നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കിഫ്ബി റോഡിൽ ടോൾ വരുമോ ഇല്ലയോ, വരുമെന്നോ ഇല്ലെന്നോ പറയാൻ ധനമന്ത്രി KN ബാലഗോപാൽ തയ്യാറായില്ല. ടോളിന്റെ പേര് പറഞ്ഞ് ആളുകളെ ആശങ്കയിലാക്കരുതെന്ന് പറഞ്ഞ ധനമന്ത്രി പക്ഷേ അപ്പോഴും ടോൾ ഏർപ്പെടുത്തില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ നിയമസഭയിൽ തയ്യാറായില്ല. ഇന്നല്ലെങ്കിൽ നാളെ കിഫ്ബി പദ്ധതിയിൽ നിർമ്മിച്ച റോഡുകൾക്ക് ടോൾ വരുമെന്ന സൂചന തന്നെയാണ് ആകെക്കൂടി നോക്കിയാൽ ധനമന്ത്രിയുടെ വാക്കുകൾ നൽകുന്നത്. കിഫ്ബി റോഡിന് ടോൾ ഏർപ്പെടുത്തില്ലെന്ന മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നിയമസഭാ മറുപടി അന്നത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ ഉള്ളതാണ്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കുറച്ചതുവഴി കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ ബദൽ വഴി തേടേണ്ടതുണ്ടെന്നും ധനമന്ത്രി ബാലഗോപാൽ. കിഫ്ബി റോഡിലും ടോളോ എന്ന വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കായംകുളത്തു നിന്നും ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഇന്നലെ ഈ 2 തവണ വിളിച്ചപ്പോൾ പല ആളുകളും പൊതുവേദിയിൽ വിളിച്ച് സംശയം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞങ്ങളൊക്കെ പലതവണ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, പക്ഷേ ഈ മൊയ്തീൻ കുഞ്ഞിന് എങ്ങനെയാണ് 2 തവണ കിട്ടിയെന്നൊക്കെ. എന്താണ് ഇതിന്റെ ഒരു തന്ത്രം? അത് തന്ത്രമൊന്നും പറഞ്ഞു തരുന്നില്ല. നമസ്കാരം. ബാക്കിയുള്ളവർക്കൊടൊന്ന് പറഞ്ഞു കൊടുക്കുക. അവരൊക്കെ വിളിച്ച് ചോദിക്കുന്നു, അവരൊക്കെ പലതവണ വിളിച്ചിട്ടും കിട്ടുന്നില്ല, പക്ഷേ മൊയ്തീൻ കുഞ്ഞിന് എല്ലാ ദിവസവും കിട്ടുന്നു എന്ന് പറയുന്നത്. ഞാൻ മിക്കവാറും ഫസ്റ്റ് ഓർഡർ തന്നെ ആയിരിക്കും, ഇല്ലേ രണ്ടാമത്തെ. അത് ഇരിക്കട്ടെ, ശരി, ഓക്കെ. എന്തായാലും തന്ത്രം പറയാൻ തയ്യാറല്ല. എന്തായാലും നമുക്ക് ഇതിൽ അഭിപ്രായം പറയാം. ഇത് വരാൻ സാധ്യതയുണ്ടോ? ഈ ടോൾ ഏർപ്പെടുത്തുമെന്നോ ഇല്ലെന്നോ ഒന്നും പറയുന്നില്ല. ടോള് വരും, പക്ഷെ ഈ ടോളിനേക്കാളും നല്ലൊരു മാർഗമുണ്ട്. ഖജനാവ് കുന്നുകൂടാനുള്ള മാർഗം വേറെ ഉണ്ട്. അതെന്താണ്? അത് അവര് കൈകാര്യം ചെയ്യുക. അതായത് ഒരു മന്ത്രിക്ക് അത് ഏകദേശം ഒരു 40ഓളം GMമാരുണ്ട്. ഇവർക്ക് 2.5 വർഷം കഴിയുന്ന പെൻഷൻ കൊടുക്കണം. ഇതൊന്ന് കുറയ്ക്കുക. ഇവിടെ ആർഭാടമായിട്ടുള്ള ഈ വാഹനം ആ തുകയൊക്കെ കൊണ്ട് എന്തായാലും എല്ലാ സർക്കാരുകളും LDF വന്നാലും UDF വന്നാലും എല്ലാവർക്കും ഉള്ളതല്ലേ. അതൊന്നും കൊണ്ട് അതും വലിയ തുകയൊന്നും അല്ല അവരുടെ പെൻഷൻ. ഇത്രയൊക്കെ എന്തിന്? അതുപോലെ തന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി റിട്ടയർഡ് ആകുമ്പോൾ അതിൽ കൂടുതൽ ശമ്പളത്തിൽ അവരെ തിരിച്ചെടുക്കുന്നു. പിൻവാതിൽ നിയമനം, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയാലേ ഇഷ്ടം പോലെ കാശ് ഇവിടെ വരും. ശരി, നിർദ്ദേശം സാധാരണ ജനങ്ങളുടെ അഭിപ്രായം ഒക്കെ തന്നെയാണ്. പലരും ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, ഈ കിഫ്ബി റോഡിന് ടോൾ വരും എന്നൊരു സൂചനയാണ്. വരും എന്നൊന്നും പറഞ്ഞില്ല, എന്നാൽ വരില്ല എന്നും പറയുന്നില്ല. ഒരു വരും എന്നൊരു സൂചനയാണ് അതിൽ നിന്ന് നമുക്ക് വായിക്കേണ്ടത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം. എന്റെ അഭിപ്രായത്തില് ഈ ഇപ്പൊ വിളിച്ച മൊയ്തീൻ കുഞ്ഞ് ഇന്നലെ 2 പ്രാവശ്യം വിളിച്ചു. കാരണം നമ്മളൊക്കെ വിളിക്കുക, എന്നിട്ട് അവര് പേര് മാറ്റി അങ്ങനെയുള്ള ആൾ ഫോൺ. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം എല്ലാ ദിവസവും തുടക്കത്തിൽ തന്നെ അത് തുടർച്ചയായി ശ്രമിക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയുന്നില്ല. അങ്ങനെ പറയാൻ ഫോൺ അപ്പൊ കട്ടാക്കണം. അത് മോശമല്ലേ? ഒരാള് പ്രയാസപ്പെട്ട് വിളിക്കുമ്പോഴൊക്കെ നമ്മൾ ഫോൺ കട്ട് ചെയ്ത് സ്ഥിരമായി പ്രതികരിക്കുന്ന ആളാണ്. പലരും കാത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതില്ലേ യൂട്യൂബിലുള്ള ചർച്ച വിളിച്ചോ തന്നെ പിന്നെ യൂട്യൂബിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എഴുതി വിടുന്ന. പക്ഷെ അതിലൊന്നും എടുക്കരുത്. ഇനി അത് അങ്ങനെ അത് ശ്രദ്ധിക്കാം. ഇനി എന്തായാലും സൂപ്പി ശ്രദ്ധിക്കാം. എന്തായാലും താങ്കളുടെ അഭിപ്രായം ശ്രദ്ധിക്കണം. പിന്നെ എന്റെ ടോള് നിർബന്ധമായിട്ടും വരേണ്ടത്. കാരണം സർക്കാരിലേക്ക് പണം വരാൻ ഇല്ലല്ലോ, വേറെ വഴിയൊന്നും ഇല്ല. അപ്പൊ അതല്ലാണ്ട് മാർഗമില്ലല്ലോ സർക്കാരിന്. അത് ഏത് സർക്കാർ വന്നാലും ടോൾ ഉണ്ടാകുന്നുണ്ടല്ലോ. പിന്നെ ഇത് നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം മനസ്സിലായി. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ന് ധനമന്ത്രി പറഞ്ഞത് ടോൾ വരുമെന്നാണോ ഇല്ലെന്നാണോ എന്ന് ചോദിച്ചാൽ വരില്ല, വേണ്ടണം എന്നൊക്കെ പറയുന്ന പോലെ, പക്ഷെ നമുക്ക് വരും എന്നാണ് സൂചന. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം. ഈ ടോള് മാത്രമല്ല, മനുഷ്യൻ പാതയിൽ കൂടി നടന്നു പോകുന്നതുവരെ ടോള് ഏർപ്പെടുത്തിയാൽ അതിശയപ്പെടാനില്ല സാർ. കേരളത്തിലെ ഖജനാവിൽ പൂച്ച വെറ്റി കിടക്കുകയാണ്. അതാണ് കേരളം. സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന് പറയാതിരിക്കാൻ വയ്യല്ലോ സാർ. കാരണം ബഹുമാന്യനായ പ്രേക്ഷകൻ, എന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ബഹുമാന്യനായ പ്രേക്ഷകൻ ഒരു കാര്യം നൽകുവാൻ ടോൾ ഏർപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. ഇനി ഏത് ടോളാ ഏർപ്പെടുത്തേണ്ടത്? ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടി ഏതൊക്കെ വിധത്തിലാണ് സാർ ഈ ചൂഷണം ചെയ്യുന്നത്? എന്നിട്ട് നോക്കൂ സാർ, മറ്റൊരു സർക്കാർ സൗജന്യമായി കൊടുക്കുന്ന റേഷൻ അരി, റേഷൻ അത് കൊണ്ടുവരുന്ന ലോറിക്കാർക്ക് പണം കൊടുക്കാത്തതുകൊണ്ട് 1 മാസത്തോടെ മുടങ്ങിപ്പോയിരിക്കുന്നത്. ഇപ്പാണ് പുനരാരംഭിച്ചത്. എന്നിട്ടാണ് ഖജനാവ് പണമെന്ന് പറയുന്നത്. സൗജന്യമായി കൊടുക്കുന്ന സാർ, ഒരു മിനിറ്റ്, സൗജന്യമായി കൊടുക്കുന്ന അരി അതിനുള്ള ലോറി അത് സപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ റേഷൻ കടയിൽ എത്തിക്കുന്ന ലോറി തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് മുടങ്ങിയത്. അതിന് പാവിരിച്ചോട്ടെ സാർ റേഷൻ കടയിൽ.
2 രൂപ വെച്ച് ഞങ്ങൾ കൊടുക്കാം, 5 രൂപ വെച്ച് ഞങ്ങൾ കൊടുക്കാം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കിഫ്ബി റോഡുകളൊക്കെ കേരളത്തിൽ അതിമനോഹരമായ റോഡുകളൊക്കെ വരികയും ഒക്കെ ചെയ്തതാണ്. അത് സർക്കാർ തന്നെ വലിയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും കഴിഞ്ഞ തവണ അതിന് ടോൾ പിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് പിരിക്കില്ല എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ധനമന്ത്രി അങ്ങനെ പിരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. ഇതിനും താങ്കളുടെ ടെലിഫോൺ ബന്ധം എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു, ശരിക്ക് കേൾക്കുന്നില്ല. ശ്രീമതി ജയ ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കിഫ്ബി റോഡുകൾക്ക് ടോൾ വരാനുള്ള സാധ്യതയുണ്ടോ? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറയൂ. റോഡ് ടോളിന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. പുറത്തിറങ്ങേണ്ടി വന്നേ, പുറത്തിറങ്ങാൻ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതിപ്പോ ഇങ്ങനെ ടോള് കൊടുക്കാനാണ്, വണ്ടിക്ക് പെട്രോൾ അടിക്കണം, പിന്നെ ടോളും കൂടെ കൊടുക്കേണ്ടി വരുമ്പോ സാധാരണമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെ ജീവിക്കും കിരണേ? അത് പ്രയാസം തന്നെയാണ്. സാധാരണക്കാരുടെ ജീവിതത്തിലേക്കാണ് ഈ പ്രയാസങ്ങളെല്ലാം. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വിലയെന്നറിയോ? കറണ്ട് ചാർജ് ഞങ്ങൾ 2 പേരുള്ള ഒരു കുടുംബം 1800 രൂപ ഞങ്ങൾക്ക് കറണ്ട് ചാർജ്. ആകെ ഒരു എക്സ്ട്രാ ഉള്ളത് ഒരു ഇൻവെർട്ടർ മാത്രമാണ്. എന്നിട്ടും 1800 വെച്ച് ഞങ്ങൾ അടച്ചോണ്ടിരിക്കുക. ഇങ്ങനൊക്കെ പോയാൽ നമ്മളിനി ടോളും കൂടെ കൊടുക്കണമെങ്കിൽ പിന്നെ എന്താ ചെയ്യാനാ? ശരി, താങ്കളുടെ ആശങ്ക സ്വാഭാവികമായും കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ആശങ്ക തന്നെയാണ് ശ്രീമതി ജയ പ്രകടിപ്പിച്ചത്. അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ശ്രീ മനോജാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ മനോജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കിഫ്ബി റോഡിൽ ടോൾ വരുമോ? നമസ്കാരം. നമസ്കാരം. കൊണ്ടുവരുന്നേ, ഞാൻ കേരളീയൻ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഞങ്ങൾക്കാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാനുള്ളത്. കാരണം ഞങ്ങള് നിരത്തുകളിൽ ഞങ്ങളുടെ തൊഴിലാളികൾ നിരത്തുകളിൽ വാഹനം ഓടിക്കുന്നവരാണ്. ഞങ്ങൾ 15 വർഷത്തെ ടാക്സ് അഡ്വാൻസ് ചെയ്ത് സർക്കാരിന്റെ നികുതിയിലേക്ക് കൊടുത്തിട്ടുള്ളവരാണ്. ഇതെല്ലാം ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി അഡ്വാൻസുകളാണ്. ഞങ്ങൾ 15 വർഷത്തെ പൈസ കൊടുത്തിട്ടുള്ളവരാണ്. അതെ അതെ അതെ. ഉള്ളവരിൽ നിന്നും ഈ ടോൾ വാങ്ങുക എന്നുള്ള ഈ സമ്പ്രദായം അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാനായിട്ട് ഇവിടെ ധാരാളം ഇൻഷുറൻസ് കമ്പനികളുണ്ട്. സർക്കാരിന് ക്ഷേമനിധി ബോർഡ് വഴിയോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ വഴിയോ സർക്കാർ ഈ സംവിധാനം നടത്തിയാൽ കേരളത്തിൽ നിരത്തുകളിൽ 5% വാഹനങ്ങൾക്കാണ് അതിന്റെ ഇൻഷുറൻസിന്റെ ഇത് വാങ്ങാറുള്ളത്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റ് ടാക്സി മേഖലയിലെ തൊഴിലാളികൾ ഒരു 3% പേരുടെ ഇതിലെ ക്ലെയിം വാങ്ങാറുള്ളൂ. അപ്പോൾ ഈ 97% പേരുടെ പൈസയും ഇവിടുത്തെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ അടിച്ചുകൊണ്ട് പോവുകയാണ്. അത് സർക്കാരിന് അസറ്റല്ലേ? ഇങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ ഉള്ളത് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് കമ്മീഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടി ഓരോ പദ്ധതികൾ കൊണ്ടുവരിക, അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക, ഒരു തൊഴിൽ ചെയ്യാൻ സമ്മതിക്കാത്ത സ്ഥിതിവിശേഷത്തിലേക്കാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ടാക്സി ഡ്രൈവർമാരെയൊക്കെ സംബന്ധിച്ച് ഇത് വളരെ പ്രയാസമുള്ള ഒന്ന് തന്നെയാണ്. ടോൾ വന്നു കഴിഞ്ഞാൽ ആ തുക കൂടി സ്വാഭാവികമായും യാത്രക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ യാത്രക്കാർക്കും അതിൽ പ്രയാസമുണ്ടാവും. ശ്രീ ഡോക്ടർ ഹരിമോഹനാണ് എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. ശ്രീ ഹരിമോഹൻ, താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ ടോൾ വരുമോ കിഫ്ബി റോഡുകൾക്ക്? ഒരിക്കലും വരാൻ പാടില്ല. ഇൻഫാക്ട് ഈ ഗവൺമെന്റ് ആയിരുന്നു ഏറ്റവും അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നിരുന്ന ആൾക്കാർ. നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ദേവർ ഓൾവേസ് എഗെയിൻസ്റ്റ് ടോൾ. അപ്പോ ഭയങ്കര കുറേ വിധത്തിൽ നമുക്ക് ഫണ്ട് സേവ് ചെയ്യാൻ പറ്റും ഗവൺമെന്റിന്. ആവശ്യമില്ലാതെ കുറെ എക്സ്പെൻസസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇത്രയും ഒരു മോശമായിട്ടുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ടായിട്ട് 100 crores ഒക്കെയാണ്, എനിക്ക് എക്സാക്ട് നമ്പർ അറിയില്ല, പുതിയ കാറുകൾ മേടിക്കാം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്, പുതിയ വണ്ടികൾ. അതേപോലെ തന്നെ എത്ര സ്റ്റാഫ് ഓരോരോ മിനിസ്റ്റേഴ്സിന് 25 സ്റ്റാഫാണ്. അവർക്ക് 2 കൊല്ലം കൂടുമ്പോൾ അവർ മാറും. അവർക്ക് നല്ല സാലറി മാറുന്നില്ല. ഓരോരോ മിനിസ്റ്റേഴ്സിനും 25 ആണ് കൊടുത്തിരിക്കുന്നത്. അത് അവരെ ഈ 2 വർഷം കഴിഞ്ഞ് മാറുമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യബോധമായി നിരക്കുന്ന ഒന്നല്ല. ഇപ്പോൾ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം പേരും കഴിഞ്ഞ 5 വർഷമോ അല്ലെങ്കിൽ ആൾക്കാരെ ടൈറ്റൻ ചെയ്യണം, ബെൽറ്റ് ആൾക്കാരനെ റെസ്ട്രിക്ട് ചെയ്യണം, ആൾക്കാരുടെ മേലെ ടോള് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരാദ്യം ഡിപ്പാർട്ട്മെന്റിൽ അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സർക്കാർ ആ ചെലവ് കുറച്ചിട്ട് വേണം ജനങ്ങളുടെ. ഈ മറ്റേ ഡാവോസിൽ പോയിട്ട് എത്ര കോടിയാണ് ചെലവാക്കിയത്? 10 കോടിയോ എന്തോ ചെലവാക്കി. ഒരൊറ്റ കാശ് വല്ലതും കിട്ടിയോ?
അതിനെപ്പറ്റി എന്തേ ആരും ഒന്നും അത് ശ്രീ മിണ്ടാത്തത്? ഡോക്ടർ ഹരിമോഹനാണ്. അത്തരം സമ്മേളനങ്ങളൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത് നമുക്ക് പിന്നീട് വരുന്ന സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയൊക്കെ സ്വാഭാവികമായി അത് ചെയ്യേണ്ടി വരും. അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അവരെല്ലാം തിരിച്ചു വരുമ്പോ അവർ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയാ വരുന്നത്. ശരി, ഓക്കെ. പിന്നീട് വരുന്ന നമ്മളെ എല്ലാം ആലോചിക്കണല്ലോ. ശരി, വ്യക്തമായ അഭിപ്രായം തന്നെയാണ്. ആൾക്കാരായിരുന്നു പണ്ടൊരു കാലം. അതെ അതെ അതെ. ശ്രീ അനീഷാണ് മഹാരാഷ്ട്രയിൽ നിന്ന്. ശ്രീ അനീഷ്, താങ്കൾക്ക് എന്താണ് ഈ മഹാരാഷ്ട്രയിലൊക്കെ എങ്ങനെയാണ്? മിക്കവാറും റോഡുകൾക്കൊക്കെ ടോൾ നൽകേണ്ട അവസ്ഥയുണ്ടല്ലോ. അതെ അതെ അതെ. ഇപ്പൊ കേരളത്തില് കേരളത്തിനെ അപേക്ഷിച്ച് ടോള് കൂടുതൽ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ പല അവസരങ്ങളിലും നമ്മൾ ടോള് കൊടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ദേശീയപാത നിർമ്മാണം, ദേശീയപാത ഇന്ത്യയിൽ ആകമാനം അങ്ങനെയാണല്ലോ, ടോൾ കൊടുക്കണമല്ലോ. ടോള് കൊടുത്താണ് പോകുന്നത്. അത് ഒരു 150 കിലോമീറ്ററിനിടയ്ക്ക് 4 ടോൾ പ്ലാസ വരെ ഉണ്ട് നമുക്ക് ഇവിടെ. അതെ, അത് വലിയ തുകയൊക്കെ 4 ടോൾ പ്ലാസ. അത് പല റേഞ്ചിലുള്ളതാണ്. ചിലത് 250 രൂപ 300 രൂപ വെച്ച് വാങ്ങിക്കുന്നതുകൊണ്ട്, ചിലത് 100 രൂപ വാങ്ങിക്കുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഈ ചെയ്യുന്നത് നേരത്തെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഈ ടോള് ഇല്ല, കിഫ്ബിയുടെ ഇതിൽ ടോൾ ഉണ്ടാവത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു പ്രേക്ഷകനെ പറയുന്നത് കേട്ടു, കേരളത്തില് കറണ്ട് ബില്ലിനെ കുറിച്ച് ഒരു സംസാരം അതിലുണ്ടായി. ഈ കറണ്ട് ബില്ല് കേരളത്തില്, എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ കറണ്ട് ബില്ല് കുറവാണ്. മഹാരാഷ്ട്രയിലൊക്കെ ഇതിൽ കൂടുതലാണോ? മഹാരാഷ്ട്രയിൽ ഇതിൽ കൂടുതലാണ്. എനിക്ക് 212 യൂണിറ്റ് കറണ്ട് യൂണിറ്റിന് ഞാൻ കഴിഞ്ഞ മാസം അടച്ചത് 3280 രൂപയാണ് കറണ്ട് ബില്ല് അടച്ചത്. അപ്പൊ അങ്ങനെയാണ് താങ്കൾ പറഞ്ഞ കണക്ക് കറക്റ്റ് ആണെങ്കിൽ കേരളത്തെക്കാൾ കൂടുതലാണ്. അപ്പൊ എത്ര രൂപയാണ് കൂടുതൽ, ഒരു യൂണിറ്റിന് എത്ര രൂപയാണ് കറണ്ട് ബില്ല് എന്നുള്ള കാര്യം കേരളത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. അത് അപ്പൊ ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ. ഓരോരുത്തർ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ചാർജ് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. ശരി, ഓക്കെ. ഏത് തരത്തിലാണ് ചാർജ് ഈടാക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൽ കൂടുതലുണ്ട് എന്നുള്ള വിഷയമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മഹാരാഷ്ട്രയിൽ നിന്നും ശ്രീ ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, എങ്ങനെയാണ് ഈ കിഫ്ബി റോഡുകൾ ടോൾ ഏർപ്പെടുത്തില്ല എന്നാണ് മുൻ സർക്കാർ പറഞ്ഞത്, പക്ഷേ ഈ സർക്കാർ ഇപ്പോൾ ഏർപ്പെടുത്തും എന്നുള്ള സൂചനയാണ് വരുന്നത്. കിഫ്ബി റോഡിൽ ടോള് വന്നാലും ഇല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് കുറെ ട്രോളുകൾ വരുന്നതാണ്. ട്രോളൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു സമാധാനത്തിനപ്പുറത്തേക്ക് പണം കൊടുക്കേണ്ടി വരുമല്ലോ. അത് മിക്കവാറും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇപ്പൊ ട്രോളുകൾ ഒരുപാട് മിക്കവാറും വരും. എനിക്ക് അത്രയും പറയാനുള്ളൂ. ശ്രീ പ്രകാശനാണ് ചേർത്തലയിൽ നിന്നും. ശ്രീ പ്രകാശൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അല്ല, ഇനിയും പല കരങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ചേർത്തലക്കാരെ സംബന്ധിച്ചിടത്തോളം കരം ഇതിലും വലിയ കൊടുത്തിട്ടുള്ളവരാ. കരത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുള്ളവരുമാണ് ചേർത്തലക്കാർ. മുലക്കരം വരെ കൊടുത്തിട്ടുള്ള, ഇനി അത് ഏർപ്പെടുത്തിയാൽ മതി. അതുകൂടി സർക്കാരിന് വരുമാനം കിട്ടാനുള്ളൂ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ സെറ്ററിക്കലായി പറഞ്ഞാണെങ്കിൽ പോലും ഗൗരവമുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. ശ്രീ ജോസഫാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കിഫ്ബി റോഡുകൾക്ക് ടോൾ വരുമോ? നമസ്കാരം സാറേ. നമസ്കാരം സാറ്. മുൻ സർക്കാരിന് അഭിസംബോധന ചെയ്തു. ഏത് മുൻ സർക്കാരിന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? മുമ്പ് നിയമസഭയിൽ മറുപടി നൽകിയത് കഴിഞ്ഞ ഒന്നാം LDF സർക്കാരിന്റെ കാലത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കാണ് ഇപ്പോൾ അത് അങ്ങനെ പറ, ഒന്നാം LDF സർക്കാർ എന്ന് പറയാം. ഓക്കെ, അത് അങ്ങനെ തന്നെ. അത് ആളുകൾക്കെല്ലാം അറിയാമല്ലോ, ആളുകൾ വലിയ ചർച്ചയായതല്ലേ. അറിയില്ല സാർ, അതുകൊണ്ടാണ് UDF തെറ്റിദ്ധരിക്കും സാർ. ഇല്ല, അത് കഴിഞ്ഞ ദിവസമൊക്കെ തോമസ് ഐസക്കിന്റെ അഭിപ്രായമൊക്കെ പറഞ്ഞല്ലോ. ഇനി അതുകൂടി തെളിച്ചു പറയാം. തോമസ് ഐസക്കാരനെ പറഞ്ഞാലല്ലോ കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ സാഹചര്യം അങ്ങനെ അല്ല. ജനമാണ് കൂടുതലും, പത്രം വായിക്കാത്ത ജനം കൂടുതലും. അങ്ങനെയൊന്നും അല്ല ശ്രീ ജോസഫ്. കേരളത്തിലെ ആളുകളൊക്കെ സൂക്ഷ്മമായി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അത് തിരിച്ചറിയുന്നവരാണ് LDF-കാരി. അത് കൃത്യമായി തിരിച്ചറിയുന്നവർ LDF-കാരി. ഓക്കെ, ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. പറഞ്ഞു. ടോൾ പിരിവ് നിർബന്ധമാണ്, വാങ്ങിക്കണം സാർ. അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം, സൗജന്യമായി റേഷൻ, സൗജന്യമായി നമുക്ക് ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാം ഉള്ള സ്ഥിതിക്ക് ഈ ഗവൺമെന്റിന് തനതായ ഒരു വരുമാനം ഇതിലൂടെ കിട്ടണമെങ്കിൽ നല്ലത്. പക്ഷെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, അധികാരത്തിലിരിക്കുമ്പോൾ ഇതിനെ പിന്താങ്ങുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരമുറകൾ അഴിച്ചുവിട്ട് SFI-നെയും DYFI-നെയും മുൻനിർത്തി സമരം ചെയ്യുന്നത് വളരെ മോശമാണ്. ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ DYFI-യുടെയും SFI-യുടെയും പ്രവർത്തനം വളരെ മോശമാണെന്ന്
സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടിന്റെ കൂടെ വായിച്ചു കേട്ടുള്ളത് വളരെ മോശമായി പോയി. അത് ഈ മെസ്സേജ് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല, ഇത്തരം മെസ്സേജുകളെല്ലാം. ശരി, എന്താ തൽക്കാലം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടും എന്നാലും ഒരു സർക്കാർ ഏത് പാർട്ടിയായാലും അധികാരത്തിലിരിക്കുമ്പോൾ ഒരു അഭിപ്രായം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു അഭിപ്രായം പറയുന്നത് ശരിയായ നിലപാടല്ല. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് പറയാം. ബജറ്റ് അവതരണം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സർക്കാരിന്റെ പെട്ടിയിൽ പൈസ ഒന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ട്രോള് കൊണ്ടുവരാൻ വേണ്ടി നടക്കും. അപ്പോ മുരളീധരൻ പറഞ്ഞാൽ എല്ലാം അടിച്ചു പൊളിക്കുന്നു. അപ്പൊ അത് ഗംഭീരമായിട്ടൊരു ഭാഗത്ത് നടക്കും. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ ബെൻസിലും ഈ BMW ഓടിയിൽ നടക്കുന്നവർക്കല്ല, ടാക്സിക്കാർക്കാണ്. എനിക്ക് പറയാൻ കാരണം എന്റെ മകന് ടാക്സി സർവീസ് നടത്തുന്ന ഒരാളാണ്. അവന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നല്ലോണം അറിയാതെ. ഇപ്പൊ തന്നെ ഇപ്പൊ ഈ ട്രിപ്പിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, VD സതീശൻ പറഞ്ഞത് ശരിയാണ്. എത്ര ടാക്സുകളാണ് ഇപ്പൊ ഇനി വർദ്ധിപ്പിക്കാൻ പോകുന്നത്? MVD വർദ്ധിപ്പിക്കുന്ന ബജറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനും പുറത്ത് ഇപ്പൊ വാളയാറ് നമ്മുടെ അടുത്താണല്ലോ, സാറിന് അറിയാലോ. അപ്പൊ അവിടെയുള്ള അഴിമതിയും കൈക്കൂലിയും എല്ലാവരും അത് കണ്ടുപിടിക്കട്ടെ. പിന്നെ ഈ ടാക്സ് ചോർച്ചകള് ഇതൊക്കെ കണ്ടുപിടിച്ച് ശരിയാക്കട്ടെ. എന്നിട്ട് വേണമെങ്കിൽ ജനങ്ങളുടെ തലയെ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. ടാക്സ് ചോർച്ച അടക്കം ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ധനമന്ത്രി വെച്ച കണക്കനുസരിച്ച് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ നികുതി പിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കാണ് അദ്ദേഹം വെച്ചത്. പക്ഷേ അത് ഇനിയും പിരിക്കാനുള്ള ഒരുപാട് കിട്ടാക്കടങ്ങളും കുടിശ്ശികളും ഒക്കെ ഈ സർക്കാരിനും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഇത് ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതെ, അടുത്ത വർഷം തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ വോട്ട് അക്കൗണ്ടേ വരും. പിന്നെ ഒരു സെമി ബഡ്ജറ്റ് ഒരു വോട്ട് പരിപാടിയേ ഉണ്ടാവുള്ളൂ, വോട്ട് അക്കൗണ്ട് പരിപാടി ഇനി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാരും വാരിക്കോരി എന്തെങ്കിലും കൊടുക്കുമെന്ന് എന്നെപ്പോലുള്ളൊരു വിചാരിച്ച. പക്ഷെ വാരിക്കോരി നിലത്തടിക്കുന്ന ബഡ്ജറ്റ് പോലെ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ഇനിയിപ്പോ വഴിയാത്ര കാൽനട യാത്രക്കാർക്കൊരു ടാക്സ് ഏർപ്പെടുത്തിയാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ബാക്കിയെല്ലാം കഴിഞ്ഞു, എല്ലാ മേഖലയും കഴിഞ്ഞു. ഓരോ മിഷൻ എല്ലാവർക്കും വരുത്തുന്നുണ്ട്, ജപ്പാനിൽ നിന്ന് അമേരിക്കയിൽ നിന്ന്. എന്നിട്ട് ഇത്ര 100 ശ്വാസത്തിനപ്പുറമുള്ളതിന് ടാക്സ് പിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇനി ബാക്കി. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. ശ്രീ ഫൈസലാണ് മലപ്പുറത്ത് നിന്നും വിളിക്കുന്നത്. ശ്രീ ഫൈസൽ, താങ്കൾ എങ്ങനെയാണ് ഈ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അത്ര ഒരു നീക്കം എന്തായാലും നടക്കുന്നുണ്ട്, അതിനോട് പ്രതികരിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ഫൈസൽ അല്ല, ഫസലാണ്. ക്ഷമിക്കണം, ഫസൽ. ശ്രീ ഫസൽ, ഞാൻ പറഞ്ഞു. പിന്നെ കിഫ്ബിയുടെ റോഡ് തരം തിരിച്ചിട്ട് വേണം ഇതിനൊരു സംവിധാനം ഉണ്ടാക്കേണ്ടത്. കിഫ്ബിയുടെ റോഡ് പല പ്രാദേശിക സ്ഥലത്തുണ്ട്. അതല്ല, അവര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു വ്യവസ്ഥയുണ്ട്, ഇത്ര കിലോമീറ്ററിന് മേലുള്ള റോഡുകൾക്കാണ്. പക്ഷെ ഇതേമാതിരി ഇതര സ്റ്റേറ്റ്, തമിഴ്നാടായാലും മറ്റുള്ള സ്റ്റേറ്റുകളിലായാലും ഇതേമാതിരി റോഡിൽ ടാക്സ് പിരിക്കുന്നുണ്ടല്ലോ അതാത് ഗവൺമെന്റ്. അതുണ്ട്. അപ്പോൾ തരം തിരിച്ചിട്ടുള്ള സംവിധാനം വരുമ്പോ ഇത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാവുന്നു തോന്നുന്നില്ല. അതാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. ഇതര സംസ്ഥാനങ്ങളിലുമൊക്കെ ടാക്സ് നന്നായി ഈ റോഡിന് ടോൾ കൊടുത്ത് തന്നെയാണ് പോകുന്നത്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, ജനങ്ങൾ സർക്കാരിന് നൽകുന്ന നികുതി തുക വഴിതിരിച്ചു വിട്ട് അത് സൂക്ഷിക്കുകയും ആവശ്യത്തിന് ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമല്ലേ സാർ ഈ കിഫ്ബി എന്ന് പറഞ്ഞേ, അല്ലേ സാർ? അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കിഫ്ബിക്ക് പോകുമ്പോഴേ സാർ നമ്മൾ നികുതി തുക കൊടുത്തിട്ട് ആ നികുതി തുക എടുത്തല്ലേ സാർ വീണ്ടും എന്താന്ന് വെച്ചാൽ റോഡ് നിർമ്മിക്കുന്നേ. അപ്പൊ വീണ്ടും നമ്മൾ നികുതി കൊടുക്കുന്ന ഒരു അവസ്ഥ വരികയല്ലേ? അങ്ങനെ തന്നെയല്ലേ ഈ ദേശീയപാത കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്നത്. സാർ ശരിയാണ് സാർ, പക്ഷെ എങ്കിൽ തന്നെ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ സാർ. അങ്ങനെയാണെങ്കിൽ ട്രഷറിയിലേക്ക് പോകുന്ന പൈസ എടുത്തല്ലേ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്നേ, അതിനും കൊടുക്കേണ്ടി വരില്ല സാർ? അത് ബഡ്ജറ്റിൽ നമ്മുടെ ഓരോ സർക്കാരിനുള്ള തുക എത്ര വരുമാനം വരും എന്ന് കണക്കാക്കി വെച്ചാൽ വായുവിന് നികുതി വരുന്നതിന് മുമ്പ് അങ്ങോട്ട് വിളിച്ചാൽ മതി എന്നുള്ള എന്തായാലും അത്ര നേരത്തെ പോകണ്ട ശ്രീ ചന്ദ്രനെ. കുറച്ചു കാലം കൂടെ ഒക്കെ നന്നായി ജീവിക്കൂ. നമുക്ക് പൊതുവേദിയിലൊക്കെ വിളിക്കേണ്ടതാണ്. ശ്രീ കൃഷ്ണകുമാറാണ് ഹൈദരാബാദിൽ നിന്നും. ശ്രീ കൃഷ്ണകുമാർ, എങ്ങനെയാണ് ഈ ഹൈദരാബാദിൽ അവിടെയൊക്കെ എങ്ങനെയാണ് അവിടുത്തെ? ഇവിടെ ഔട്ടർ റിംഗ് റോഡിൽ ടോൾ ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ കൊടുക്കണ മാതിരി നാഷണൽ ഹൈവേയിൽ കൊടുക്കണ മാതിരി കൊടുക്കണ്ട. ഞങ്ങൾ യൂസ് ചെയ്ത ഏരിയയിലേക്ക് മാത്രമേ ടോൾ കൊടുക്കുന്നുള്ളൂ. ഔട്ടർ റിംഗ് റോഡിൽ ടോൾ ഉണ്ട്. പിന്നെ ഔട്ടർ റിംഗ് റോഡ് മാറി ഹൈദരാബാദിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ദേശീയപാതയിലെല്ലാം ടോൾ കൊടുക്കണ്ടേ? അതുണ്ട്. പക്ഷേ അവിടെ എന്താണ് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ വീട് പുതുക്കാട് അടുത്താണ് ശരിക്കും നാറ്റീവ് പ്ലേസ്. ഞാനിവിടെ സെറ്റിൽ ആയിരുന്നുള്ളൂ. അവിടെ ഞങ്ങൾ ടോൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ ലോക്കൽ എന്നുള്ള നിലയ്ക്കുള്ള കൺസെഷൻ വിട്ടുകളഞ്ഞ് ഞാൻ എന്റെ ഹൈദരാബാദ് രജിസ്ട്രേഷൻ കാർ കൊണ്ട് അവിടെ വന്ന് തൃശ്ശൂർക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ പാലിയക്കര എന്ന് പറഞ്ഞ ടോൾ പ്ലാസയിൽ ഞാൻ കൊടുക്കുന്ന ടോള് എടപ്പള്ളി എന്നുള്ള ടോളാണ്. കാരണം എടപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ പാലിയക്കരയിലാണ് ഒരു ടോൾ പ്ലാസ ഉള്ളത്. അതുവരെയുള്ള ഒരു ലൂട്ടിംഗ് ആണ് അവിടെ 15 കൊല്ലമായിട്ട് നടക്കുന്നത്.
അതുമാതിരിയുള്ള ഒരു ടോൾ ആയിരിക്കില്ല കിഫ്ബി എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം കിഫ്ബിയുടെ കാര്യത്തില് ഗവൺമെന്റ് തന്നെ പറയുന്നത്, കിഫ്ബിക്ക് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് കിഫ്ബിക്ക് തനതായിട്ടുള്ള വരുമാനം ഇല്ല എന്നാണ്. അതൊരു പക്ഷെ ശരിയാണ്. അപ്പൊ അതിനൊരു വരുമാനത്തിനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അങ്ങനെ വിജയിച്ചില്ല ഇതുവരെ, നടപ്പായി വിജയിക്കാൻ അപ്പൊ അതൊരു ചെറിയ രീതിയിലൊരു ടോള് മേടിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരിക്കലും നാഷണൽ മേടിക്കുന്ന മാതിരിയുള്ള ടോൾ ആയിരിക്കരുത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ടോളിന് അൺലിമിറ്റഡ് ആവരുത്. ഇപ്പോ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ കേൾക്കുന്നു 6 വേ വരുന്നത്, അതായത് 28 നിലവിലുള്ള ടോൾ പ്ലാസ എടുത്തു കളയുന്നതാണ് ആദ്യം കേട്ടുന്നത്. പക്ഷെ ഇപ്പൊ 6 വേ ആയി കഴിഞ്ഞാൽ ആ 28 എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ 26 വേ വരുമ്പോൾ 2 വരി മാത്രമേ പുതിയതായിട്ട് ആഡ് ആവുന്നുള്ളൂ. അതിനുവേണ്ടി നിലവിലുള്ള ടോൾ മേടിക്കുന്നത് തെറ്റ് തന്നെയാണ്. ജസ്റ്റ് ബി ചെയ്യാൻ പറ്റില്ല. ആ ടോള് കുറച്ചുകൊണ്ട് നാഷണൽ ഹൈവേയിൽ ടോൾ മേടിക്കണം. അതുപോലെ ഈ കിഫ്ബി റോഡിൽ മേടിക്കുന്നതും ഒരു റീസണബിൾ ആയിട്ടുള്ളതായിരിക്കണം. ആളുകൾ യൂസ് ചെയ്ത ഏരിയയിലേക്ക് മാത്രമേ ടോൾ മേടിക്കൂ. അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യ ആകമാനം വരുന്നു എന്നൊക്കെ നേരത്തെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. നമ്മൾ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു അതനുസരിച്ച് ടോൾ ബൂത്തുകളും പ്ലാസകളും വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ സഞ്ചരിച്ച ദൂരത്തിന്റെ ടോൾ നമ്മുടെ കട്ടായി പോകുന്ന ദൂരമാണ്. പക്ഷെ അതിനൊരു ലിമിറ്റും വയ്ക്കണം. അതേപോലെ തന്നെ ഇത് ഇന്ന് ഓൺലൈനാണ് ഈ ടോൾ പ്ലാസയിൽ കളക്ട് ചെയ്യുന്ന മണിയൊക്കെ. ഓരോ വർഷം അവർ ഓരോ ടോൾ പ്ലാസയിൽ നിന്നും കളക്ട് ആവുന്ന പൈസ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആവണം. അതുപോലെ തന്നെ ടോൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളത് അവൈലബിൾ ആവണം. ഒരു തരം റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്. അങ്ങനെ തന്നെയാണ് നിയമം. അങ്ങനെ ഇതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ ഇല്ലെന്നതാണ് ചോദ്യം. ടോളിന് ഓരോ റോഡിന് വേണ്ടി എത്ര രൂപ ചെലവായി എന്നൊക്കെ കൃത്യമായി അറിയിക്കണമെന്നാണ് നിയമം. റീസണബിൾ പ്രോഫിറ്റ് അത് ചാർജ് ചെയ്യുന്ന കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പക്ക ടോൾ പ്ലാസ എടുത്തു കളയണം. ഒരിക്കൽ ഡൽഹിയിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. നമുക്ക് ശ്രീ കൃഷ്ണകുമാർ, നമുക്ക് അടുത്ത പ്രേക്ഷകരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കൊല്ലത്ത് നിന്ന് നമ്മുടെ ഷാനൂരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. ശ്രീ ഷാനൂർ, താങ്കൾക്ക് പറയാം. ഇത് ഇങ്ങനൊരു ടോള് വന്നാൽ തന്നെ അത് ജനങ്ങളിപ്പോ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണ്. എല്ലാ മേഖലയിലും വസ്തുവിന്റെ കാര്യം അത് ഇനി ഇങ്ങനെ ഒരു കിഫ്ബിയുടെ ടോളും കൂടി വരിക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. 2, ഇത് LDF ഗവൺമെന്റുള്ള ഭരിക്കുന്ന ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്താണ് അവരിത് ഇവിടെ കിരൺ പറഞ്ഞതുപോലെ നടപ്പാക്കുമോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കൃത്യമായൊരു മറുപടി ഇല്ല. അതിന്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ച LDF കൺവീനർ പറഞ്ഞത് ടോള് വരാൻ സാധ്യതയുണ്ടെന്ന്. അതായത് ആരാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ നോക്കണം. ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, ഈ സംസ്ഥാനത്ത് എല്ലാത്തിനെയും എതിർത്ത് നടന്ന ഒരു LDF ഉണ്ട്. അതായത് ADB നമ്മുടെ നാട്ടിൽ കടവുമായി വന്നപ്പോൾ ആ ADBക്കാരെ കരിയോയിലൊഴിച്ച പാർട്ടിയുടെ ആളുകളാണ് ഇന്ന് ഇവിടെ ടോള് ഇതുപോലെ നടപ്പാക്കാൻ പോകുന്നത്. കിഫ്ബി പോലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രൈവറ്റ് കമ്പനിയൊക്കെ. എന്തായാലും ഇത് ജനവിരുദ്ധമാണ്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഈ ഇവിടുത്തെ LDFും CPM ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം അവർ മനസ്സിലാക്കിയാൽ മതി, ഞാൻ പറഞ്ഞതുപോലെ ഇതിനെയെല്ലാം നഖശിഖാന്തം എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് CPM. ആ CPM ഭരിക്കുന്ന നാട്ടിലാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബിജു ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിജു, ഒന്ന് സംസാരിക്കട്ടെ? പറഞ്ഞു സാറേ. എനിക്കറിയാം ഈ കിഫ്ബിയുടെ ഫണ്ട് എന്ന് പറയുന്നത് എവിടുന്ന, ഈ കിഫ്ബിയുടെ ഫണ്ട് എവിടുന്ന? കിഫ്ബി നേരത്തെ വിഭാവനം ചെയ്ത സമയത്ത് കിഫ്ബിയുടെ ഫണ്ടിൽ വാഹന നികുതിയുടെ 50%, അതോടൊപ്പം തന്നെ ഇന്ധന സെസ്സിൽ നിന്ന് വരുന്ന തുകയും ഒക്കെ ആയിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും വെച്ചിട്ടല്ല ഈ ഫണ്ട് ഉണ്ടാക്കിയത്, ആണോ? ഇത് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ മേടിച്ചിട്ട് അതിനൊരു ടോൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ് അതിന്റെ അർത്ഥം? എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ അങ്ങനെ ചോദിച്ചാൽ ചോദ്യം മനസ്സിലായി. പക്ഷെ അത് ശ്രീ ബിജു, ആ ചോദ്യം ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ദേശീയപാത നിർമ്മിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവരും നികുതി മേടിച്ച് നികുതി പണം കൊണ്ട് പാത നിർമ്മിക്കുന്നത് നമ്മുടെ ടോൾ വാങ്ങും. നന്നായിട്ട് വികസിപ്പിച്ച ആ രംഗം കൊണ്ടുവരുവാണ്. കിഫ്ബിയുടെ കണക്കും കാര്യങ്ങളും എല്ലാം കൂടെ എന്തുവാ കേന്ദ്ര സർക്കാരിനെ അന്വേഷിക്കുകയും കാര്യങ്ങൾ തോമസ് ഐസക് ഇത് കൊണ്ടുവന്നതും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പെട്രോൾ അടിക്കുന്നതിനകത്തുനിന്ന് 2-3 രൂപ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന അതിന്റെ സെസ്സും കാര്യങ്ങളും ഇതെല്ലാം എടുത്തൊരു ഫണ്ട് ഉണ്ടാക്കിയല്ലേ കിഫ്ബി എന്ന് പറയുന്നത്. ആണോ? ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്, എനിക്ക് അങ്ങനെ അറിയാവുന്നേ. വാഹന നികുതിയുടെ 50% ഇന്ധന സെസ്സും ചേർത്തിട്ടാണ് കിഫ്ബിയുടെ ഒരു പ്രധാന. ഇതിനകത്ത് പിന്നെ ടോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇപ്പൊ ദാണ്ട ബാലഗോപാൽ സാറ് കൊട്ടാരക്കര ഞങ്ങളെ എന്തുവാ മന്ത്രിയാ. ബാലഗോപാൽ കൊട്ടാരക്കര ഞങ്ങളുടെ അല്ല ബിജു, ഇങ്ങനെ തന്നെയാണ് ഈ കേന്ദ്ര സർക്കാരും ദേശീയപാത നിർമ്മിക്കുന്നത്. ഞാൻ പറയുന്ന കേക്ക്. ഇതിനകത്ത് പിന്നെ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ കയ്യിൽ ഒരു ദിവസം 500 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കുന്നു. 500 രൂപയ്ക്ക് ഞാൻ വ്യവസായമാണ്. 500 രൂപയ്ക്ക് എന്റെ വണ്ടിയൊക്കെ ഞാൻ പെട്രോൾ അടിക്കുന്നുണ്ട്. കാരണം ഡെലിവറി കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഈ 500 രൂപയ്ക്കകത്ത് ഏകദേശം ഒരു 150 രൂപയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഡെയിലി ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരിയാണ് താങ്കൾ പറയുന്നത്. എനിക്ക് അറിയില്ല. അത് അങ്ങനെ തന്നെയാണ്. അത്രയും തുക വീതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 10-40 രൂപയോളം താങ്കൾ നികുതി ഇനത്തിലാണ് കൊടുക്കുന്നത്. 450 രൂപ 500 രൂപയ്ക്ക് ഡെയിലി അടിക്കുന്നുണ്ട്, പെട്രോൾ അടിക്കുന്നുണ്ട്. കാരണം എന്റെ ഒരു വണ്ടിയല്ല 2-3 വണ്ടിക്ക്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഞാൻ നേരത്തെ ഈ കിഫ്ബിയുടെ കാര്യത്തിൽ പറഞ്ഞാണ്, കിഫ്ബി വഴി കിഡ്നി കേരളത്തിലെ ജനങ്ങളെ കിഡ്നി കൊണ്ടുപോകുന്നുള്ള അവസ്ഥയിലേക്കാണ്. നേരത്തെ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത് എന്തിനാണ് ഇവർ 9.5% ലണ്ടനിൽ നിന്ന് ഇത് കടമെടുത്തത്? ഇന്ത്യയിൽ ഇതിനെക്കാട്ടിലും പലിശ കുറഞ്ഞിട്ടുള്ള കടം കിട്ടാനുള്ള വഴി ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഇതിന് വർക്ക് കൊടുത്ത കമ്പനികൾ ഏതൊക്കെയാണ്? കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇതെല്ലാം പോയേക്കുന്ന. കമ്മീഷനാണ്. ഒരു ആലോചന ഇല്ലാതെ കമ്മീഷൻ ഏറ്റവും കൂടെ അടിച്ചെടുത്തിരിക്കുന്ന കമ്പനികൾ നോക്കിയാൽ മതി. നമുക്ക് ഊരാളുകളൊക്കെ എവിടെ എത്തിപ്പെട്ടു? അത് ചിന്തിക്കണ്ടേ? ഇപ്പൊ കിഫ്ബിയുടെ മേലിരിക്കുന്നവരുടെ ശമ്പളം എത്രയാണ്? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവരെ കൊള്ളാവുന്ന ആളുകളെയൊക്കെ ഓരോ സ്ഥാപനത്തിന്റെ മുകളിൽ കൊണ്ടുവരുമ്പോൾ നല്ല ശമ്പളം കൊടുക്കേണ്ടി വരും. അതിനകത്ത് കാര്യമില്ല. അത് കാര്യക്ഷമതയുടെ അനുസരിച്ച് അങ്ങനെ ശമ്പളം കൊടുത്താൽ. ഞാൻ കേട്ടു സാറേ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. റിട്ടയർഡ് ആയവരെ പോലും 2 ലക്ഷം 3 ലക്ഷം രൂപ കൊടുത്ത് ഓരോ ഇതിലേക്ക് ഇരുത്തുമ്പോഴത്തേക്ക് അത് തന്നെ ചിന്തിച്ചാൽ മതി. ഈ ബെഹ്റ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? എത്ര ലക്ഷം ശമ്പളം? അതൊരു വിഷയം തന്നെയാണ്. അത്തരം വിമർശനങ്ങളൊക്കെ പല ഘട്ടത്തിലും ഉയർന്നിട്ടുള്ളത് തന്നെയാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് കൊല്ലത്ത് നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ കിഫ്ബി റോഡിന്റെ ടോൾ വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്നത്? നമസ്കാരം. ടോൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അതിനോട് എതിർപ്പാണ് സാറേ. കാരണം നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ 15 വർഷത്തെ ടാക്സ് അങ്ങോട്ട് അടയ്ക്കുന്നില്ല സാറേ. ദിവസം എത്ര കോടി രൂപയാണ് സാറേ ഇവർക്ക് കിട്ടുന്നത്? നാളൊരു മന്ത്രി, ഒരു കേന്ദ്രമന്ത്രി അതിന്റെ ദരിദ്രരാണെന്നൊക്കെ പറഞ്ഞ് ഇവരെന്തുമാത്രം ബഹളം ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി നോക്കണം സാർ. ദരിദ്രരാണ് സാർ, നമുക്കത് പറഞ്ഞുകൂടാങ്കിലും ദരിദ്രരാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി നോക്കണം. ഇവരൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുന്നതും അതുപോലെ ജീവിക്കുന്നതും കൊണ്ട് അവരങ്ങനെയൊക്കെ പറയുന്നത്. സത്യത്തിൽ ജനങ്ങൾ ദരിദ്രരാണ്. ഇപ്പൊ ഇനി കാൽനട യാത്രക്കാർ കൂടെ ടാക്സ് ഏർപ്പെടുത്തുവോ? അത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങുന്നതിനും കൂടെ ടാക്സ് എടുക്കുവോ? ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ വേണുവാണ് എറണാകുളത്ത് നിന്നും. ശ്രീ വേണു, താങ്കൾ എങ്ങനെയാണ് ഈ കിഫ്ബി റോഡുകൾക്ക് ടോൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് ധനമന്ത്രി നൽകുന്നത്? അത് തീർച്ചയായിട്ടും വരും സാറേ. അത് സൂചന മാത്രമല്ല, വരും. കാരണം എല്ലാം ശരിയാകുമെന്ന് തന്നെ പറഞ്ഞത്. എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. സാധാരണ നേരത്തെ ഗവൺമെന്റിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഗവൺമെന്റിനെ കണ്ടതാണ്. ഇത്തരം നികുതികളൊക്കെ ഒഴിവാക്കണം. ജനങ്ങളുടെ ഇടയിൽ അടിക്കടി ഭാരം കയറ്റി വീഴണം. ഞാൻ പറഞ്ഞ മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നൊക്കെ അനുദിനം എന്തോരം പൈസകളാണ് ഗവൺമെന്റിൽ വരുന്നത്, ഇല്ലേ? ശരിയല്ലേ? ഹലോ, പറഞ്ഞോളൂ. ആ വരവിന്റെ അതനുസരിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒഴിവാക്കി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ആ വരുമാനം കൊണ്ടൊന്നും നമുക്ക് ഈ റോഡുകളൊക്കെ എത്രയോ റോഡുകൾ പുതുതായി നിർമ്മിച്ചു. അതിന്റെ ചിലവൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ താങ്ങാവുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കിഫ്ബി എന്ന ഐഡിയ തന്നെ വെച്ചത് അവർ. അല്ല, ഇത് ഗവൺമെന്റ് നിശ്ചയിച്ച പണമൊക്കെ ഉണ്ടല്ലോ. അതിന് വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഇതിൽ ജനങ്ങളിൽ നിന്ന് പിരിക്കണം എന്തിനാന്ന് ഞാൻ ചോദിക്കണം. ശരി, എന്തായാലും ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ടോൾ ഏർപ്പെടുത്തില്ല എന്നായിരുന്നു കഴിഞ്ഞ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ബാലഗോപാൽ പറയുന്നത് ടോൾ ഏർപ്പെടുത്തുമോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഏർപ്പെടുത്തുമെന്നുള്ള സൂചനയാണ് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് കിട്ടുന്നത്. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാം കിരൺ. നമ്മളെ ഇതിനകത്ത് വിളിക്കുമ്പോ ഈ പേര് മാറ്റിയൊക്കെ വിളിക്കാൻ ഞങ്ങൾക്കും അറിയാം കേട്ടോ. 2-3 പ്രാവശ്യം സംസാരിക്കാൻ ഞങ്ങൾക്കും അറിയാം. എന്തെങ്കിലും പറയാനുള്ളതാണെങ്കിലും വേണ്ടില്ല. അങ്ങനെ നിങ്ങൾ സമയം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമയം തരണം. നമ്മൾ ചിലരൊക്കെ പേര് മാറ്റി വിളിച്ചാൽ ചിലപ്പോൾ പേര് മാറ്റി വിളിക്കുന്നു. നിങ്ങളെ പേര് മാറ്റി വിളിക്കുന്നവരുടെ കുറെ പേരുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവര് എന്നെ പേരും മാറ്റി പലതും വിളിക്കുന്നുണ്ട്. അത് പോട്ടെ, ഇനി ഞങ്ങളുടെ സമയം കളയരുത്. ഇതിനെ പറ്റി സംസാരിക്കാൻ ഞാൻ പിന്നെ CPM-നെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇവിടെ പറഞ്ഞവര് മുഴുവൻ അതിനെതിരായിട്ടാണ് പറഞ്ഞത്. അപ്പൊ പറയുന്നവർക്ക് കുറച്ച് അതിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അവരെ പറ്റി പറയുന്നവർക്ക് ഒരു സമയം നിങ്ങൾ തരണം. ഇപ്പൊ ഇവിടെ തന്നെ വേറെ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത എന്തെല്ലാം കാര്യം പറഞ്ഞു. കേന്ദ്ര സർക്കാരായിട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ ഈ റേഷൻ കടയുടെ പണം അതുപോലെ എന്നുവെച്ചാല് അതല്ല പറയാം. അപ്പോഴേ നിങ്ങൾ അത് പറയുമ്പോ അത് വിഷയമല്ലെന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ വേറൊരു ചർച്ച വെക്കണം. അല്ലാതെ നുണ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പറയാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു കാര്യമുണ്ടല്ലോ. എന്താണ്
ആന്റണി പറഞ്ഞു, ഒരു മാസം ഇവിടെ ഓഫീസൊക്കെ അടച്ചിടണം, ഇവർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്തിനാ എന്ന് സർക്കാർ ജീവനക്കാർക്ക് പറഞ്ഞാണ്. ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞ, എല്ലാ പൈസയും 80% ഈ പറയുന്ന പെൻഷനും മറ്റേതെ കൊടുക്കുന്നത്. ഇവിടെ വികസന പ്രവർത്തനം നടക്കുന്നില്ല. അന്നും കിഫ്ബി ഉണ്ട്. ഈ കഴിഞ്ഞ സർക്കാർ വന്നു, കിഫ്ബിയെ കൃത്യമായി അവർ അടയാളപ്പെടുത്തി, കൃത്യമായി അതിന്റെ കാര്യങ്ങളുമായി പോയി. അതിന്റെ മാതൃകയിൽ അവരും അതേ മാതൃകയിൽ നാഷണൽ ഹൈവേക്കും പൈസ എടുത്തു തുടങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ 2018 എല്ലാ ടോളുകളും, നിലവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ടോളുകളടക്കം എല്ലാ ടോളും നിർത്തലാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഈ സർക്കാർ സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ പ്രവർത്തനം വന്നു. കിഫ്ബി റോഡുകൾ കൊടുക്കുന്നു. റോഡുകൾ മാത്രമാണ്, സ്കൂള്, കോളേജ്. അതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിനൊരു ചോദ്യം പറയട്ടെ സാറേ, അല്ല പറഞ്ഞു നീണ്ടു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ വിഷയം. ഈ കിഫ്ബി റോഡ് നിർമ്മിച്ചാൽ ടോൾ വാങ്ങില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ വാങ്ങാൻ പോകുന്നു. ഈ വിഷയത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളൊന്നും പറയണ്ടേ? അതിന് 1 മിനിറ്റ് തരൂ. അതിന് വല്ല പൈസ പേ ചെയ്യണമെങ്കിൽ പേ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് പറയാനൊരു അവസരം വേണ്ടേ? ഇതിന് ടോളൊന്നുമില്ല, പൊതുവേദി വിളിക്കുന്നതിന് ടോളൊന്നുമില്ല, പറഞ്ഞോളൂ. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നത്, ഇതുപോലെ പിന്നെ നമ്മുടെ ആ കോസ്റ്റലില് അവിടെ നമ്മള് ട്രൈപോഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള പൈസ, ഇതുപോലെയുള്ള എത്ര പ്രവർത്തനങ്ങളാണ് നടത്തിയത്. എന്നിട്ടും ഈ സർക്കാർ, ഈ ഗവൺമെന്റിന്റെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പണവും വാങ്ങിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയപ്പോഴല്ലേ ഈ കിഫ്ബിയെ തളച്ചിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വന്നത്. ആ കേന്ദ്ര സർക്കാർ വരുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നീക്കം ഈ ഭാഗത്ത് ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ഈ 19 MP-മാർ അവിടെ പോയല്ലോ. ആരെങ്കിലും കേരളത്തിന് വേണ്ടി അനുകൂലമായി സംസാരിച്ചോ? അങ്ങനെ സംസാരിക്കാത്തത് കൊണ്ടല്ലേ ഇവർ ഇത്രയും കേരളത്തെ ഇങ്ങനെ ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിക്കുന്നതിന്റെ ഫലമായിട്ടല്ലേ ഈ സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനം താങ്കൾ തന്നെ വരുന്നു ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറയുന്നത്. ഇനി അങ്ങനെ വന്നാൽ തന്നെ ഈ കാര്യങ്ങളിൽ അങ്ങനെ വരുത്തി വെച്ചതാരാണ്? ഇവിടെ ജനങ്ങൾക്ക് റോഡില്ലേ, പാലങ്ങളില്ലേ, ഇതെല്ലാം പണിയുന്നില്ലേ? അപ്പൊ നമ്മള് അത് മാത്രമല്ല, സർക്കാർ എന്താണ് പറഞ്ഞത്? പലരും എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുനീറാണ് പാലക്കാട് നിന്നും. ശ്രീ മുനീർ, താങ്കൾ എങ്ങനെയാണ് ഈ കിഫ്ബി റോഡുകൾക്ക് ടോൾ വരുന്നതിനുള്ള നീക്കം എന്തായാലും ഉണ്ട്, അതിനെക്കുറിച്ച് പറയാൻ? നമസ്കാരം. മുനീർ കാശാമുക്ക് എന്നാണ് നമ്മളെ മേൽവിലാസം. അത് പറയാതിരിക്കാൻ നിർവാഹം. മുനീർ കാശാമുക്കല്ലേ? ഓക്കെ, ശരി. കാശാമുക്ക്. പാലക്കാട് കാശാമുക്ക് എന്ന് പറയുന്ന സ്ഥലം എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അത് തിർത്താല മണ്ഡലത്തിൽ കാശാമുക്ക്. ഓക്കെ, MP രാജേഷിന്റെ മണ്ഡലം അല്ലേ? അതെ. ഇവിടെ ഇപ്പൊ ഒരു CPM-ന്റെ ഒരു പ്രവർത്തകന്റെ റിപ്പോർട്ട് നമ്മൾ കേൾക്കണ്ടായി. ഞാൻ ചോദിക്കണ എന്റെ ഒരു വ്യക്തമായ ചോദ്യം, ഒരു പൊതുപ്രവർത്തകൻ നിലയ്ക്ക് ഒരു വ്യക്തമായ ചോദ്യം, ഇവിടുത്തെ ഈ കേരളത്തിലെ ഈ പട്ടിണി പാവങ്ങളിൽ സാധാരണക്കാരുടെ മനുഷ്യർക്ക് ഈ തുടർഭരണത്തിന് ശേഷം ഒരു സമാധാന ജീവിതം ഈ സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ നോട്ടെ, ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോകണ OP ടിക്കറ്റിന് 5 രൂപ ചില്ലറയില്ല എന്ന് പറഞ്ഞ് 10 രൂപ. ഒരു വലിയ തുകയൊന്നുമല്ല ശ്രീ മുനീർ. ഒരു സർക്കാർ, നമുക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പനിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ 400-500 രൂപയോ, ആ സ്ഥാനത്ത് സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ അവിടെ 10 രൂപ വാങ്ങുന്നൊന്നും വരും. അങ്ങനെ ഒരു കേരളത്തിൽ അതൊരു വലിയ തുകയായിട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ എതിർക്കരുത്. അതൊരു അത് അങ്ങനെ പറയരുത് ശ്രീ മുനീർ. ഇതേ സാധാരണ 5 രൂപ മാറ്റി 10 രൂപ ആക്കിയത് കൊണ്ട് ആരും ഗവൺമെന്റ് ആശുപത്രി പോകാതിരിക്കാൻ പോകുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്കും MLA-മാർക്കും മന്ത്രിമാർക്കും ആഡംബര ജീവിതത്തിന്, അവരെ കുടുംബത്തിന് ആഡംബര ജീവിതത്തിന് ഈ സാധാരണക്കാരൻ എന്ത് കഴിച്ചു? അതൊക്കെ പറയാം. പക്ഷേ ഈ സർക്കാർ ആശുപത്രിയിൽ ഒരു 5 രൂപ 10 രൂപ ആക്കിയെന്ന് കരുതി സർക്കാർ ആശുപത്രികളെല്ലാം കൂടെ തുക ഇരട്ടിയാക്കി എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. 10 രൂപ വാങ്ങിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതാണ് സ്വാഭാവികമായിട്ടും ഏതൊരു മലയാളിയും പറയുന്നത് തന്നെയാണ്. ഇവിടെ ഡീസലിനും പെട്രോളിനും വില കയറ്റി വെച്ച്, അതിന്റെ സെക്സ് കൂട്ടി വെച്ച്, പിന്നെ ഈ പ്രൈവറ്റ് ബസ് മേഖല പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ റേറ്റ് കൂട്ടണ്ടേ? സർക്കാർ ഇടപെടേണ്ട ഇത്തരം കാര്യത്തില്. സർക്കാർ ഒരു ജനങ്ങളുടെ, ഒരു പ്രദേശത്തെ ജനങ്ങളെ. ശ്രീ ചന്ദ്രനാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കിഫ്ബി റോഡുകൾക്ക് ടോൾ വരാൻ പോവുകയാണ്. ശ്രീചന്ദ്രന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലേക്ക് തിരിച്ചു. നാളെ നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. 12-13 തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ അമേരിക്കൻ സന്ദർശനം കൂടിയാണിത്. ഡൽഹി മുഖ്യമന്ത്രി പ്രഖ്യാപനം പിന്നീട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമാകും തീരുമാനം. ന്യൂഡൽഹി സീറ്റിൽ കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേശ് വർമ്മ, രജൌരി ഗാർഡനിൽ നിന്നുള്ള MLA മഞ്ജീന്ദർ സിംഗ് സിർസ എന്നിവർ ഇന്നലെ
ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, കഴിഞ്ഞ LDF സർക്കാർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ടോൾ വാങ്ങില്ല എന്നാണ്. പക്ഷേ ഈ സർക്കാർ പറയുന്നു ടോൾ വാങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ലെന്ന്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിൽ തന്നെ അതിന്റെ ചോദ്യവും ഉത്തരവും ഉണ്ട്. നമ്മൾ വളരെ നാളായിട്ട് ഇപ്പോൾ 2 ദിവസം മുമ്പ് ചർച്ച ചെയ്ത വിഷയം ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടിസ്ഥാനപരമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സർക്കാർ വല്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ അങ്ങേറ്റം വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇടതുപക്ഷ വിരോധികൾ നേരത്തെ OP ടിക്കറ്റിന്റെ 5 രൂപയുടെയും 10 രൂപയുടെയും കാര്യം തികച്ചും ബാലിശമാണ്. അപ്പം നമ്മൾ സാമ്പത്തികം അത് ചിലപ്പോ അത് വാഗ്ദാനം ചിലപ്പോഴും മാറ്റി പറയേണ്ടി വരും. സാമ്പത്തികമായിട്ട് അത്ര ഞെരുക്കത്തിലാണ്, കേന്ദ്രമൊന്നും തരുന്നില്ല. ഈ സംസ്ഥാനം നിലനിർത്തണ്ടേ? ടോള് ഇന്നലെ പഴയ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് ടോൾ വാങ്ങില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വാങ്ങേണ്ട സാഹചര്യമാണ്. അതിന് ജനങ്ങൾ ഉണരണം, ഈ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കണം. അത് ടോള് ഞങ്ങൾ വാങ്ങത്തില്ല എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ടോള് വാങ്ങും എന്നൊന്നും പറയുന്നതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. സർക്കാർ നിലനിർത്തണ്ടേ? ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? 1-ാം തീയതി സർക്കാർ നിലനിൽക്കണ്ടേ? സർക്കാരിന് വരുമാനം ഉണ്ടാക്കണ്ടേ? എവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? കേന്ദ്ര സർക്കാർ വിഹിതം തരുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ഈ സർക്കാരിന്? ജനങ്ങൾ അതൊക്കെ പറയും. ഇഷ്ടമില്ലാത്ത ചെയ്യുന്നതൊക്കെ കുറ്റം എന്ന് പറയുന്നത് ഇടതുപക്ഷം എന്ത് ചെയ്താലും കുറ്റം പറയാനായിട്ട് ഒരു ഭാഗമുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? രാധാകൃഷ്ണൻ, നേരത്തെ ഈ ഇടതുപക്ഷം തന്നെയാണ് പറഞ്ഞത് കിഫ്ബിയിൽ നിന്ന് ഞങ്ങൾ റോഡുകൾക്ക് ടോൾ വാങ്ങില്ല എന്ന്. ഇപ്പോൾ അത് മാറ്റി പറയുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ചോദിക്കില്ലേ? അപ്പൊ അതിനുവേണ്ടി ഈ കേരള സർക്കാരിനോടല്ല ചോദിക്കേണ്ടത്, എന്തുകൊണ്ട് വാങ്ങേണ്ടി വരുന്നു? സാമ്പത്തികമായിട്ട് നമുക്ക് അതിനുവേണ്ടി ഇടതുപക്ഷത്തിനോടൊപ്പം ഈ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. MP-മാർ അവിടെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് ചോദിക്കരുത് ശ്രീ രാധാകൃഷ്ണൻ. എന്റെ ചെറിയ സംശയം, കഴിഞ്ഞ വർഷം LDF സർക്കാർ ഉള്ളപ്പോഴും കേന്ദ്രത്തിൽ BJP സർക്കാർ തന്നെയാണ്. ആ സർക്കാരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും കിട്ടുമെന്നൊക്കെ തിരിച്ചറിയാത്തവരൊന്നും അല്ലല്ലോ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ. MP-മാരുടെ കഥ പറയുന്നു. MP-മാരുടെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും ജയിപ്പിച്ചത് ചെയ്തില്ല എന്ന് കണ്ടുകൊണ്ടാണോ? ചെയ്യുന്നുണ്ടോ കണ്ടിട്ടില്ല അവരെ ജയിപ്പിച്ചത്? അത് വീണ്ടും കേന്ദ്രത്തിൽ കോൺഗ്രസ് വരുമെന്നൊക്കെ ഉള്ള ചെറിയ അല്ല, അതെന്തായാലും അവരെ ജയിപ്പിച്ച ആളുകളൊന്നും പിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ ജയിപ്പിച്ചപ്പോൾ വീണ്ടും അതേ ആക്ഷേപം ഉന്നയിക്കുന്നതിന് ജനങ്ങൾ ആലോചിക്കണം. ഇതിലെന്താണ് ഈ സാഹചര്യം ഉണ്ടായത്? സാമ്പത്തിക ഞെരുക്കം എങ്ങനെ ഉണ്ടായത്? ജനങ്ങൾ പ്രതികരിക്കണം. അതാണ് ചില ജനങ്ങളുടെയൊക്കെ പ്രതികരണം കേട്ടത്. ഈ ആളുകൾക്ക് പറയുമ്പോൾ മറ്റു ചില മേഖലകളിലെ ധൂർത്തും മറ്റു ചില മേഖലകളിലെ പണം അങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായി ആളുകൾ പ്രതികരിക്കും. എന്ത് ധൂർത്തെന്നാ പറയുന്നത്? ഒരു ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം മന്ത്രിമാർ യാത്ര ചെയ്യേണ്ടി വരും. ഒരു സാംസ്കാരിക താങ്കൾ ഈ നേരത്തെ അത്തരം വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തുക എന്ന് തന്നെയാണ് വേണ്ടത്. ശ്രീ ബിജു ആണ് വിദേശത്ത് പോകുന്ന ഒരു ഗവൺമെന്റ് പറയുന്നതാണോ? അതല്ലല്ലോ, ശ്രീ ബിജു ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിജു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇപ്പൊ രാധാകൃഷ്ണൻ സാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. പുള്ളി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ ഒരു സാധാ പ്രേക്ഷകൻ എന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത്. കാരണം ഇത് കിട്ടി എന്ന് പറയുന്നതിന്റെ ആ പണം വരുന്നത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ സാധാരണപ്പെട്ട ആൾക്കാർ പെട്രോൾ അടിക്കുന്നത് ഈ ഇതിനകത്തുള്ള ഒരു ഫണ്ടല്ലേ ചെയ്യുന്നത്? ആണോ? KSRTCക്ക് മറ്റേനും മറ്റിനും എല്ലാ സംവിധാനത്തിനും അവർ ഇത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് തോമസ് ഐസക് സാറ് ചെയ്തൊരു സംവിധാനം, നല്ലൊരു കാര്യം. ഇതിനകത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഈ ഒരു ഫണ്ടിൽ നിന്ന് വീണ്ടും ടോള് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു പ്രവണതയല്ല. അത് ശരിയായ പ്രവണതയല്ല. ശ്രീ ബിജു അല്ല, ശ്രീ ബിജു അതിനകത്ത് ഒരു കാര്യം എന്താ അങ്ങനെ പറയുമ്പോൾ ശ്രീ ബിജു അതിനകത്തൊരു ചെറിയ സംശയം കൂടിയുണ്ട്. താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നു. ഈ ദേശീയപാത നിർമ്മാണത്തിൽ ദേശീയപാതയിലെല്ലാം ഇന്ത്യയിൽ ആകമാനം ടോളുണ്ട്. ആ ദേശീയപാതയെ ചെയ്യുന്നതും ഇത് തന്നെയാണ്. കേന്ദ്രം പണം കണ്ടെത്തുന്നത് ഈ പെട്രോളിന് സംസ്ഥാനം നികുതി പിരിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്രവും നികുതി പിരിക്കുന്നുണ്ട്. ആ നികുതി നമ്മുടെ നികുതി എടുത്ത് തന്നെയാണ് അവർ ഈ റോഡ് പണിയുന്നത്. അവിടെ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അവരും വാങ്ങുന്നുണ്ട് ടോള്. വീണ്ടും അതിന് ടോള് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, കാരണം ആ ഒരു സംവിധാനത്തിലാണ് ഇന്ത്യ മുഴുവൻ റോഡുകൾ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 500 രൂപ കൂടുതൽ ടോളായിട്ട് പോയി. ഞാൻ പാലക്കാട് പോയിട്ട് വന്നു, ഞാൻ എന്റെ കാറുമായിട്ട് 500 രൂപ കൂടുതൽ എനിക്ക് ടോളായിട്ട് പോയി. ശ്രീ രാധാ പേര് ബിജു പറഞ്ഞത് അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥ കാര്യം. പക്ഷെ കിഫ്ബിയുടെ ആ ധന ഇടപാടിൽ നിന്ന് എടുക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പം മറ്റ് അംബാനിയോ അദാനിയോ അവരൊക്കെ ചെയ്ത് ഞങ്ങൾ ടോള് കൊണ്ടത് നികത്തിക്കോളാം എന്ന് പറഞ്ഞ വ്യവസ്ഥയാണെങ്കിൽ നമ്മൾ കൊടുക്കും. ആ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥ. പക്ഷെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാരിന്റെ ഈ നിലപാടിനെ കാണുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്. താങ്കളെ ഈ വിളിക്കുന്ന ന്യായമായിട്ട് കാര്യം പറയുന്നവർ ആരെയും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ആരെയാണ് ശ്രീ ജയകുമാർ കാര്യം പറയാൻ സമ്മതിക്കാതിരുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് പൊതുജനത്തിന് വേണ്ടി പൊതുവേദി എന്ന് പറഞ്ഞ് തുറന്നു വെച്ചിട്ട് ചിലർക്ക് 10 പേരുടെ സമയം കൊടുത്താലും മതിയാകുന്നില്ല.
ആർക്കും അങ്ങനെ അധികം സമയം കൊടുക്കാറില്ല ശ്രീ ജയകുമാർ. നിങ്ങളൊക്കെ തമ്മിലുള്ള തർക്കത്തിൽ എന്നെ കൂടി അതിന്റെ ഇടയിൽ പിടിച്ചിടരുത്. അല്ല, എന്തിനു ഈ തർക്കം പറഞ്ഞാല് എല്ലാ ദിവസവും ഇവിടെ കേൾക്കുന്നതാണ്. ലോകകാര്യം മൊത്തം പറയാൻ വേണ്ടി ഇഷ്ടം പോലെ സമയം അനുവദിക്കുന്നുണ്ട്. ന്യായമായിട്ടുള്ള കാര്യം ആരെങ്കിലും ജയകുമാർ ന്യായമായ കാര്യങ്ങൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയട്ടെ, ഈ ഒരു കാര്യം ഇത് എന്നും കണ്ടോണ്ടിരിക്കുന്നോണ്ട് പറഞ്ഞു പോയതാണ്. ശരി, എനിക്കറിയാം നിങ്ങൾ പറയുന്നതിന്റെ പിന്നിലെ കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവും. അല്ലാതെ എങ്ങനെയാണ് ഈ സാമ്പത്തിക ഞെരുക്കം വന്നത്? എങ്ങനെയാണ് ഈ സാമ്പത്തിക ഞെരുക്കം വന്നത്? ഉള്ള പൈസ അത്രയെടുത്ത് ദൂർത്തടിച്ച് നാട് ചുറ്റി കറങ്ങിയിട്ട് അങ്ങനെയാണോ ശ്രീ ജയകുമാർ സാമ്പത്തിക ഞെരുക്കം? നമുക്ക് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിക്കകത്ത് കുറവുണ്ടായി, കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് നൽകേണ്ട പണത്തിലൊക്കെ വലിയ കുറവുണ്ടായി. അതൊക്കെ എത്രയോ കാലമായി കണക്കുകൾ നിരത്തി തന്നെ പറയുന്നതാണ് ധനമന്ത്രിയും കേരള സർക്കാരും. ഈ റിട്ടയർഡ് ആയ ആൾക്കാർ അത്രയും പിടിച്ച് വൺ എമൗണ്ടിന് പിടിച്ച് നിയമിച്ചു. അതുകൊണ്ട് ആ തുകയൊക്കെ എത്ര കൂട്ടിയാലും ഇത്രയ്ക്കുള്ള തുകയല്ലേ വരൂ. അതുകൊണ്ടൊന്നും അല്ലല്ലോ കേരളത്തിന് സാമ്പത്തിക ലക്ഷങ്ങൾ കൊടുക്കല്ല അവർക്ക്. ഈ പൈസ ടോളിൽ നിന്ന് കുറവ് ചെയ്തൂടെ? എന്നിട്ട് നാട് മൊത്തം കുടുംബസമേതം കൊച്ചുമക്കളും പേരമക്കളുമായിട്ട് അടങ്ങി കറങ്ങണം. ഈ പറഞ്ഞ ഇപ്പൊ വിളിച്ച സഹാക്കന്മാര് പ്രതിപക്ഷത്താണെങ്കിൽ ഒരു പൈസ കൂട്ടാൻ സമ്മതിക്കുമോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, പ്രതിപക്ഷത്താണെങ്കിൽ ഒരു പൈസ കൊള്ളയടിക്കാത്ത എല്ലാവരുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ജോലിയില്, മക്കളും മരുമക്കളും അത്രയും ജോലിയില്. ഈ പൈസ അത്രയും കേരളത്തിൽ നമ്മൾ ടാക്സല്ലേ കൊണ്ടുപോകുന്നേ. എന്നിട്ട് അവരെ വെള്ളം പൂശാന്തിക്കണോ സാറ്? ശരി ജയകുമാർ, അങ്ങനെയൊന്നും ആരെയും വെള്ളം പൂശുന്നില്ല. ആരെങ്കിലും അങ്ങനെയൊക്കെ ആളുകൾ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ തുകയൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് പലതവണ വിവരാവകാശത്തിലടക്കം ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള തുക ചെലവഴിച്ചല്ല അത്തരം കുടുംബത്തിലുള്ള ആളുകളെ ഒന്നും കൊണ്ടുപോയിട്ടുള്ളത്. അത് മറ്റു രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന് നമ്മുടെ കൃത്യമായ കണക്കുകളടക്കം പുറത്ത് വന്നിട്ടുള്ളത് കൂടിയാണ്. നമ്മൾ പറയുമ്പോൾ വിമർശനം പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അറിയണം. അതിനെ ന്യായീകരിക്കൊന്നുമല്ല, പക്ഷേ അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതിൽ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് കോട്ടയത്ത് നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനമല്ല, അങ്ങനെ ഒരു സൂചന അതിനെ കാണുന്നത്? ഞാനിതിനെ കാണുന്നത് നിങ്ങൾ മീഡിയക്കാർ ഉണ്ടാക്കുന്ന ഒരു വലിയ കുഴപ്പമാണിത്. ഞങ്ങൾ എന്താ കുഴപ്പമുണ്ടാക്കി? നിങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പം കേരളത്തിൽ വരുന്ന വികസനങ്ങളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കേരളത്തിലെ ഏത് വികസനത്തിന്റെ പദ്ധതികളിലാണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാതിരുന്നത്? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്ഥാപിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കുറെ മീഡിയക്കാരുടെ പരിപാടി. അതെ ശ്രീ കൃഷ്ണൻകുട്ടി, അതാണ് ചോദിക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു വികസന പദ്ധതി വന്നാൽ കേരളത്തിലെ മീഡിയ എല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വികസന പദ്ധതി നടപ്പാക്കേണ്ടത്? കേരളത്തിൽ ഇപ്പൊ കിഫ്ബി വഴി ചെലവാക്കുന്ന തുക എത്രയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? എത്ര ചെലവാക്കുന്നത്? 70,000 കോടിയല്ലേ ചെലവാക്കുന്നത്? 70,000 കോടി. അതാ എത്രയോ തുക ആയിക്കോട്ടെ, പക്ഷെ അത് ആദ്യം ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തല്ലോ, ഞങ്ങൾ ടോൾ മേടിക്കാതെ ഈ റോഡ് നിർമ്മിക്കുമെന്ന്. അതുകൊണ്ട് കേരളത്തിൽ എന്താണ് നന്മ എത്രയാണെന്ന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും കാലം അതൊന്നും ഒരു പത്രത്തിൽ ഈ റോഡുകളൊക്കെ മനോഹരമായി നിന്നതിന്റെ വാർത്തകൾ വന്നൊന്നും താങ്കൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ നോക്കൂ, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ പ്രധാനമുള്ള രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആ ഒരു വാർത്ത പറഞ്ഞത് അറിയാമോ? എങ്ങനെയാണ് മനസ്സിലായില്ല? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നൊരു വാർത്ത. കൃഷ്ണൻകുട്ടി, നമ്മുടെ തൽക്കാലം ചർച്ചാ വിഷയം അതൊന്നും അല്ലല്ലോ. താങ്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയും. ഞങ്ങൾ ആരും അതൊന്നും ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ശ്രീ കൃഷ്ണൻകുട്ടി. താങ്കൾ തുടക്കം മുതലേ അഭിപ്രായം പറയുന്നത് മാധ്യമങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള മട്ടിലല്ലേ പറയുന്നത്. അല്ല, ഈ വിഷയത്തിൽ താങ്കളുടെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു ഇതുവരെ? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കേരള ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും താറടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു താറടിക്കണമെന്ന് ലക്ഷ്യമില്ല. കേരളത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ അഴിമതി വന്നാൽ, ജനത്തിന് വികാരം വന്നാൽ അത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള ബാധ്യത കൂടിയുണ്ട് മാധ്യമങ്ങൾക്ക്. ഈ പല ചാനലും കാണുമ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അതിന് മറുപടി പറയാൻ ആവശ്യം പോലെ കേരളത്തിൽ നേതാക്കളുണ്ടല്ലോ, അവർക്കൊക്കെ മറുപടി പറയാമല്ലോ. അതെ, അവര് മറുപടി പറഞ്ഞാൽ നിങ്ങൾ കേൾപ്പിക്കില്ലല്ലോ. ആ ഏത് നേതാവ് പറയുന്നതാണ് കേൾപ്പിക്കാതിരിക്കുന്നത്? ഇവിടുത്തെ ചാനലുകള് അൻവറിന് കൊടുക്കുന്ന ലൈവ് കേരള മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ ലൈവ് കൊടുക്കില്ല. ഈ കേരള മുഖ്യമന്ത്രി പറഞ്ഞാൽ കൃത്യമായി തന്നെ ലൈവ് കൊടുക്കാറുണ്ട് കൃഷ്ണൻകുട്ടി. വെറുതെ അങ്ങ് കാര്യങ്ങൾ പറയരുത്. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനൊരു വാസ്തവം വേണം. ലൈവ് കൊടുത്താലും അവര് പറയുന്ന മുഴുവൻ കാര്യങ്ങളും അൻവറിനെയൊക്കെ വളർത്തി വലുതാക്കിയ ഞങ്ങളാണോ വളർത്തി വലുതാക്കിയത്? അൻവറിനെ ആരാണ് കൊണ്ടുവന്ന് MLA ആക്കിയത്? ഞങ്ങളാണോ MLA ആക്കിയത്? അവര് പറയുന്ന മുഴുവൻ കാര്യങ്ങളും. കൃഷ്ണൻകുട്ടി, അൻവറിനെ ആരാണ് കൊണ്ടുവന്നത്? അൻവറിനെതിരെ ഇതിനു മുമ്പ് ഒരുപാട് അഴിമതി ആരോപണമുണ്ടല്ലോ. അൻവറിന്റെ തടയണ അടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ പുറത്തുകൊണ്ടുവന്നത് മാധ്യമങ്ങളാണ്. അന്ന് നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചതല്ലേ അൻവറിനെ? അതിനൊക്കെയുള്ള മറുപടി പറയുമ്പോൾ ചാനലുകാർ കാണിക്കില്ല. ഒരു ചാനലും കാണിക്കാതിരിക്കുന്നത് കൃഷ്ണൻകുട്ടി. താങ്കൾ ചുമ്മാ അഭിപ്രായം പറയരുത്. ഈ അൻവറിനെ അടക്കം താങ്കൾ കൊണ്ടുവന്നത് ആരാണെന്ന് താങ്കൾ തന്നെ ആലോചിച്ചാൽ മതി.
പത്രങ്ങളിൽ അടിച്ചു വരില്ല അതൊന്നും, ഈ പറയുന്ന കാര്യങ്ങളൊന്നും. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് അങ്ങനെയൊക്കെ അഭിപ്രായം പറയാം. ഇതുവരെ ടോളിന്റെ കാര്യത്തിൽ എന്താണെന്നുള്ള അഭിപ്രായം താങ്കൾ പറഞ്ഞില്ല. താങ്കൾ പറയുന്നത് മാധ്യമങ്ങളാണ് ഈ നാട്ടിലെ കുഴപ്പത്തിനെല്ലാം കാരണം എന്നുള്ള മട്ടിലൊക്കെയാണ്. അൻവറിനെ ഒന്നും ഞങ്ങളല്ല കൊണ്ടുവന്നത്, മാധ്യമങ്ങളൊന്നും അല്ല അൻവറിനെ കൊണ്ടുവന്നത്. അൻവർ പറയുന്നത് കാണാൻ ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി ആയാലും പറയുന്നത് കാണിക്കും. അൻവറിനെ ആദ്യമൊക്കെ ഈ അൻവറിന്റെ അഴിമതി എല്ലാം പുറത്തു കൊണ്ടുവന്നതും അതിനെതിരെ നിരന്തരം വാർത്ത കൊടുത്തതും കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ്. ശ്രീ മോഹനാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ മോഹൻ, താങ്കൾ എങ്ങനെയാണ് ഈ കിഫ്ബി റോഡുകൾക്ക് ടോളിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തയോട് പ്രതികരിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ഞാൻ വളരെ നാളായി വിളിക്കാത്ത കാര്യമൊന്നും ഇതുകൊണ്ടല്ല, പല പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ അടയ്ക്കത്തേ ഉള്ളു, കിട്ടത്തില്ല. ഇപ്പൊ വളരെ അപൂർവമായിട്ട് കിട്ടിയതാണ്. എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ കേൾക്കണം. പറഞ്ഞോളൂ. ഈ കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ 8 വർഷത്തെ കണക്കെടുക്കുക. ആദ്യത്തെ വർഷം മുതൽ ഇപ്പൊ ഈ പ്രാവശ്യത്തെ വരെ ഈ തുക അലോട്ട് ചെയ്തിരിക്കുന്ന തുക, കേരളത്തിന്റെ വിഹിതം, അതിന്റെ തുക എടുക്കുക. എത്ര പെർസെന്റേജ് വീതം കൂടുതലുണ്ടെന്ന് നോക്കാം. വെറുതെ ആരെങ്കിലും വന്നു നിന്നുണ്ട് മോഹൻ അങ്ങനെയല്ല കേട്ടോ. അതിലൊരു ചെറിയ വിയോജിപ്പ് പറയാനുണ്ട്. അത് അങ്ങനെയല്ല. കേരളത്തിന് ഉണ്ടായിരുന്ന കടമെടുപ്പ് പരിധി അത് കുറച്ച് 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കടമെടുപ്പ് പരിധിയല്ല ഇപ്പോഴുള്ളത്. അത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായ കണക്ക് സഹിതം ബജറ്റിലടക്കം വെച്ച് ധനമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ വിശദീകരിച്ചു. കുറയ്ക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ അത് ഓരോന്നിനും ഒരു മാനദണ്ഡം അനുസരിച്ചല്ലേ. മാനദണ്ഡം അനുസരിച്ച് കുറയ്ക്കുന്നു. അത് കേരളത്തിന് മാത്രമായിട്ടല്ലല്ലോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും കടമെടുപ്പ് പരിധിക്ക് ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് കൂടുതലോ കുറവോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പിന്നോക്ക സംസ്ഥാനങ്ങൾക്ക് മാത്രം പ്രത്യേക പരിഗണന. പിന്നാക്ക സംസ്ഥാനങ്ങൾക്ക് പരിഗണന കൊടുത്തുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ പിന്നാക്ക സംസ്ഥാനങ്ങൾക്കല്ല. ആന്ധ്രയ്ക്കും ബീഹാറിനും കൊടുക്കുന്ന പരിഗണന പിന്നോക്കം വെച്ച് കൊടുക്കുന്നൊന്നല്ലല്ലോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. അത് നികുതിയുടെ കാര്യത്തിൽ GSTയുടെ കണക്കോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കേന്ദ്രം കൊടുക്കേണ്ട കണക്കോ സാധാരണ കൊടുക്കുന്ന കണക്കോ നിങ്ങൾ കഴിഞ്ഞ 8 വർഷത്തെ ഒന്നാണ് ഏതെങ്കിലും ഒരു വർഷം തലേ വർഷത്തെ പറ്റി കുറഞ്ഞിട്ടുണ്ടോ നോക്കാം. എല്ലാ സംസ്ഥാനങ്ങൾക്കും മാനദണ്ഡം അനുസരിച്ച് കൊടുക്കത്തുള്ളൂ. അത് നിർമ്മലാ സീതാരാമൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോ ഒരുത്തരുടെയും വാ പൊങ്ങിയില്ല. അവര് ഡൽഹി പോയി വീണ്ടും ഈ പല്ലവി തുടങ്ങി. ശരി ശ്രീ മോഹൻ, എന്തായാലും അങ്ങനെ കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്നത്. മാനദണ്ഡം ഒരു വഴിക്ക് നിൽക്കും. താല്പര്യമുള്ളവർക്ക് കൂടുതൽ പണം പലപ്പോഴും പല പാക്കേജുകളായും കൊടുക്കാറുണ്ട്. പറയുന്നതനുസരിച്ചാണോ സാധനം പൈസ കൊടുക്കുന്നത്? എങ്ങനെയാണ് പൈസ കൊടുക്കുന്ന മാനദണ്ഡം അനുസരിച്ചാ. ശ്രീ മോഹൻ അതാണ് പറഞ്ഞത്. വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവരുടെ മാനദണ്ഡമില്ല. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഉണ്ടെങ്കിലും പ്രത്യേക മാനദണ്ഡത്തിൽ കോടികളുണ്ട്. ഇവിടെ അതിനുള്ള തുക 750 കോടിയോളം ഇവിടെ കിടപ്പുണ്ട്. അത് കേന്ദ്രം തന്ന തുകയൊന്നുമല്ലല്ലോ. പിന്നെ അത് കേന്ദ്രം വയനാട് വേണ്ടി തന്ന തുകയാണോ? അല്ലല്ലോ, അവിടുന്ന് കൊടുത്ത തുകയാണ്. ശരി, ഓക്കെ. എന്തായാലും അവിടുന്ന് കൊടുത്ത തുകയൊന്നും അങ്ങനെയൊന്നും അല്ല. അത് വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. ശ്രീ മോഹൻ, കോടതി എന്തോ പറഞ്ഞു? നിങ്ങൾ അവിടെ നിൽക്കേ. നിങ്ങൾ ആരെയും ന്യായീകരിക്കണ്ട. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്. കോടതി എന്തോ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിലുള്ള പൈസ എടുക്കത്തോ 70% പണി ചെയ്ത് കഴിയുന്നുണ്ടെ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാമെന്നല്ലേ പറഞ്ഞേ. കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കാമെന്നൊന്നും പറഞ്ഞില്ല. കോടതി എങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യം പറയുന്നത്? അത് നിങ്ങളത് വായിച്ചു നോക്കാത്തോണ്ടാ. 70% വന്നിട്ട് വരൂ, അതിനുശേഷം പരിഗണിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചു തരാമെന്ന് കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. കോടതി പരിഗണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അല്ല. ശ്രീ മോഹൻ, അതിന് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഈ ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഒക്കെ പണം കൊടുക്കുന്നതിന് ഈ തടസ്സമൊന്നും ഇല്ലായിരുന്നല്ലോ. ആന്ധ്രാപ്രദേശ്, ബീഹാർ പിന്നോക്കായോണ്ടൊന്നും അല്ല ശ്രീ മോഹൻ കൊടുക്കുന്നത്. JDUവിന്റെയും TDPയുടെയും പിന്തുണ ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് നിൽക്കാൻ കഴിയും. അവരുടെ പിന്തുണയില്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ചോദിച്ചാൽ കൊടുക്കും. കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് വായിച്ചപ്പോൾ താങ്കൾ കേട്ടില്ലേ നിർമ്മലാ സീതാരാമൻ എത്ര തവണയാണ് ബീഹാറിന് വേണ്ടി പറഞ്ഞത്? ഇത് കേൾക്കുന്ന ബീഹാർ എന്ന് പറയുന്ന പിന്നോക്ക സംസ്ഥാനമാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് നോക്കാം. ബീഹാറൊക്കെ പിന്നോക്ക സംസ്ഥാനമാണ്. പക്ഷെ പണം കൊടുത്ത പിന്നോക്ക സംസ്ഥാനം ആയതുകൊണ്ടല്ല. പണം കൊടുത്തത് അവിടെ സംരക്ഷിച്ചു നിർത്തുകൊണ്ട് തന്നെയാണ്. അതെ, അല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ ശരിയായി. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് പറയാം. സാധാരണക്കാരനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്.
കാരണം എല്ലാം ശരിയാക്കും. LDF വന്നാൽ എല്ലാം ശരിയാക്കും. ഏതാണ്ടൊക്കെ ശരിയാക്കി കഴിഞ്ഞു. ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു മെസ്സേജാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതായത് ഈ റോഡുകളിൽ ഇപ്പം ക്യാമറകൾ സ്ഥാപിക്കാണ്. എന്റെ തൊട്ടടുത്ത് എന്റെ നന്ദിയിൽ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്, കൊയിലാണ്ടിക്ക് തൊട്ടടുത്ത് ചെങ്ങോട്ടയിൽ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്, എന്റെ തൊട്ടപ്പുറം ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഇറങ്ങിയ മെസ്സേജ് കുറുവ സംഘം ഇറങ്ങിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക എന്നാണ്. ആ രീതിയിലൊക്കെ ആയിപ്പോയിട്ടുണ്ട്. നമ്മളെ വല്ലാതെ സാധാരണക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന, വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് ഇതൊക്കെ. കിഫ്ബി കേരളം നമ്മൾ തിരികെ കൊടുക്കേണ്ടി വരുമോ എന്ന രീതിയിലാണ് ഇപ്പോൾ കടമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള മാറ്റം വേണ്ടേ? എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ആ രീതിയിലൊക്കെ ചിന്തിക്കണ്ടേ ഗവൺമെന്റ് എന്നുള്ള അഭിപ്രായക്കാരനാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തെ കാണുന്നത്? ശ്രീ വർഗീസാണ് വൈക്കത്ത് നിന്നും. ശ്രീ താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഞാൻ പഴയൊരു മെമ്പറായിരുന്നു, ഇടയ്ക്ക് വിട്ടുപോയതാ. അതെ, ഇടയ്ക്ക് വിളിക്കാതിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കണ്ടേ? വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ വിട്ടുപോയില്ലേ? വിളിച്ചാൽ കിട്ടൂല. വിളിച്ചോണ്ടിരുന്നാൽ എന്തായാലും കിട്ടും. അത് ഒരുപാട് ആളുകളൊക്കെ വിളിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ 1 മണിക്കൂറുണ്ട്, അതുകൊണ്ട് എന്തായാലും കിട്ടും. ഞാനൊക്കെ ഇന്നലെയൊക്കെ ട്രൈ ചെയ്ത് കിട്ടിയില്ല. പിന്നെ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. പറഞ്ഞോളൂ. ഈ കിഫ്ബിയുടെ പിരിവ് ഈ ടോൾ പിരിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം പാലിയക്കരയിലൊക്കെ പിരിക്കുന്നില്ലേ? ദേശീയപാതയ്ക്ക് പിരിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ദേശീയമായിട്ട് പിരിക്കുന്നുണ്ട്. പിന്നെ കിഫ്ബി പിരിക്കുന്നതിൽ ചില ഇൻസ്ട്രക്ഷൻ വേണമെന്നുള്ളൂ. ഒന്നാമത് ഈ ടാക്സിക്കാര്, ഓട്ടോക്കാര് അവരുടെ ഇന്ന് പിരിക്കരുത്. ശരി, അതൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം തന്നെയാണ്. പിന്നെ രണ്ടാമത് ആ പാലത്തിന്റെ കോസ്റ്റ് എത്ര വരുന്നു അത്രയും കഴിഞ്ഞാൽ പിന്നെ പിരിക്കരുത്. അത് അങ്ങനെ തന്നെയാണ് നിയമം. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എപ്പോഴും കൃത്യമായി നടക്കുന്നുണ്ടെന്ന് അറിയില്ല. ഓട്ടോയുടെ നല്ലെങ്കിലും പിരിക്കാറില്ല. അതെങ്ങനെ ഇത്ര വർഷം അവരങ്ങ് നീട്ടും. സർക്കാരും എല്ലാ കോൺട്രാക്ട് അങ്ങ് നീട്ടി കൊണ്ടുപോകുന്നുണ്ട്. 2-3 ടോളിന്റെ കാര്യം എനിക്കറിയാം. അങ്ങനെയൊക്കെയുള്ള ഗൗരവമായ പ്രശ്നങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പലപ്പോഴും ടോള് നിശ്ചിത കാലാവധി കഴിഞ്ഞുമൊക്കെ തുടരുന്ന അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി പാലിക്കണം. അതെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടാക്സിക്കാരെയും പിന്നെ മറ്റേ ഓട്ടോക്കാരെയൊക്കെ അവരെ സംരക്ഷിക്കും. ശരി, താങ്കൾ പറഞ്ഞത് ഒരു മാനുഷികമായ ഒരു വശം കൂടിയാണ്. ജീവിക്കാൻ വേണ്ടി ആ വാഹനം ഓടിക്കുന്നവരാണ് അവർ. അവർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതാണ്. ശ്രീ വിജയനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട്. ഹലോ, നമസ്കാരം, കേൾക്കാം, പറഞ്ഞോളൂ. നമസ്കാരം. പറഞ്ഞോളൂ. അപ്പം ടോള് പിടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണല്ലോ നടക്കുന്നത്. അതെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ കേരളത്തിലൊരു 8 വർഷത്തിന് മുമ്പുള്ള ഒരു അവസ്ഥയല്ല ഇപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. സ്കൂളടക്കം, പിന്നെ ആശുപത്രികളടക്കം, സർക്കാർ സ്ഥാപനങ്ങളെ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ, അത് തന്നെ റോഡ് തന്നെ. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ കാലത്ത് ഒരു പാലാരിവട്ടം പാലം എന്ന് പറഞ്ഞ ആ പാലം പണിതിട്ട് അത് അപകടം വന്ന് ആ പാലം പൊളിച്ചു കളയേണ്ട അവസ്ഥ ഉണ്ടായി. ഇതിന് ആരും പ്രതികരിച്ചില്ല. കോടിക്കണക്കിന് രൂപയാണ് ആ പാലത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്തിന്റെ. വിജയൻ, അത്ര വിഷയങ്ങളൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് തൽക്കാലം അത് ആവശ്യത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സർക്കാരിന് എന്തെങ്കിലും ഒരു വികസന കാര്യങ്ങൾ നടത്തണമെങ്കിൽ പൈസ വേണം. പൈസ വേണമെങ്കിൽ ഇപ്പൊ തന്നെ അറിയാം, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തിന് കൊടുക്കാം. ശരി, ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. കാരണം നമ്മുടെ വാളയാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ എത്ര ചെക്ക് പോസ്റ്റ്, മുഴത്തിന് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെയൊക്കെ കൊടുക്കാനായിട്ട് കേരളത്തിൽ പോകുന്ന ഒരാൾക്കും ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ടോള് വന്നത്? ഇപ്പൊ ഇത്രയും നാള് കേരളത്തിൽ ടോളിന്റെ കാര്യം വന്നില്ല. എന്തുകൊണ്ടാണ് വന്നത്? കിഫ്ബിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടോള് വരുന്നത്. അത് നമ്മുടെ കർണാടകത്തിലായാലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് ഒരു പ്രശ്നമില്ല. അവിടെ എത്ര വേണമെങ്കിലും കൊടുക്കാം. അവിടുത്തെ റോഡുകൾ നന്നായിരിക്കും. പിന്നെ ഇവിടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞില്ല, മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞില്ല, ഒക്കെ ഫ്രീ കിട്ടണം. എല്ലാ സ്ഥലത്തും ഫ്രീ കിട്ടണം. അങ്ങനെ ഫ്രീ നോക്കി പോയിട്ടാണ് ഇപ്പൊ പകുതി വിലയ്ക്ക് സ്കൂട്ടറിന്റെ, അതിന് മുന്നേ കുറെ സംഗതികൾ ഉണ്ടായല്ലോ, ഒക്കെ എല്ലാം ഫ്രീ കിട്ടണം. ഈ ഒന്നാം പിണറായി സർക്കാരിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് എല്ലാം ഫ്രീ. അതായത് അന്ന് ചെയ്തിരുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ അന്ന് ചെയ്തു. മുഴുവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇവിടെ സമരങ്ങളും കാര്യങ്ങളും വരുമ്പം, അതാണ് BJP ഗവൺമെന്റ് ചെയ്യണ. സമരങ്ങളും കാര്യങ്ങളും വരുമ്പോ എന്തെങ്കിലും കൊടുക്കുക.
അങ്ങനെ കൊടുത്ത് കുറേശ്ശെ കൊടുക്കാന്ന് പറയില്ലേ, നമ്മൾ പറയില്ലേ. അല്ലാണ്ട് മുഴുവൻ എല്ലാ കാര്യങ്ങളും ഒരിക്കലും ഒരുമിച്ച് കൊടുക്കരുത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രീ കിട്ടണം, എല്ലാ സാധനങ്ങളും ഫ്രീ കിട്ടണം. എവിടെ ഫ്രീ കിട്ടണോ അവിടെ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞത് സർക്കാർ തന്നെയാണ്. അവിടെ ടോൾ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് സർക്കാർ തന്നെയാണ്. ടോള് കൊടുക്കാം. ഇപ്പൊ എന്തുകൊണ്ടാണ് എങ്ങനെ വന്നതെന്നുള്ള സാറിന് മനസ്സിലായല്ലോ. കാരണം ഈ കിഫ്ബി എന്ന് പറയുന്ന സംഗതിയെ അട്ടിമറിക്കാൻ നോക്കുമ്പോഴാണ് ഗവൺമെന്റ് പൈസ ഇല്ല. പൈസ കിട്ടണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ്. ശ്രീ ശിവദാസൻ ബാലരാമപുരത്തു നിന്നാണ്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സമയം ഇരുന്നാലും പറയാം. ഈ ഡോട്ട് പിടിക്കുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല, പിടിച്ചേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാല് ഗവൺമെന്റിന് നികുതിയും കാര്യങ്ങളും പിരിച്ചു കൊടുത്താലും മുമ്പോട്ട് പോകാൻ പറ്റൂ. പക്ഷേ ഈ പിണറായി ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഉദ്യോഗസ്ഥന്മാർക്ക് വാരിക്കൊടുക്കുന്ന ഈ സാലറിയും അവർ കൊടുക്കുന്ന ലീവ് സാലറിയും അവർക്കുള്ള ആനുകൂല്യങ്ങളും ഒന്ന് കുറച്ചാൽ മതി. ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു ഉദ്യോഗസ്ഥൻ അല്പം ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ മുമ്പോട്ട് കൊണ്ടുപോകാം. വീണ്ടും പിണറായി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ചാൻസും ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വാരിക്കോരി കൊടുത്തില്ലെന്ന് പറയുന്നില്ല. കൊടുക്കുമ്പോ പിന്നെ ഇതാ കരയുന്ന കുഞ്ഞിനെ പാലെന്ന് പറഞ്ഞ പോലെ ആ നമ്മുടെ കേരളം എത്ര വാരി കൊടുത്തിരുന്നാലും അവസാനം തള്ളിപ്പറയും. എത്ര കൊടുത്ത് തള്ളിപ്പറയും. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പറയുന്നില്ല, ഞാൻ പൊതുവേ ഈ ഭരണത്തെ എതിർക്കുന്ന ആളാണ്. പക്ഷേ പിന്നെ നല്ലൊരു ഭരണം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ഭരണം വന്നപ്പോൾ എന്താ പറയുക, നാടിനില്ലാത്തവരോ ആയിപ്പോയി. നാടിനില്ല. പിന്നെ ഇപ്പൊ ഈ ടോള് പിരിക്കുന്ന തെറ്റായിട്ട് പറയുന്നത്. കാരണം നമ്മൾ പോകുമ്പോ നമുക്ക് യൂട്യൂബിൽ വന്ന ചില അഭിപ്രായങ്ങൾ കൂടി വായിക്കേണ്ടതുണ്ട്. അതിൽ മൊയ്തീൻ കുട്ടി പറയുന്നു, ഞാൻ പ്രവാസിയായിരുന്നു, ദുബായിൽ വരെ ടോൾ ഉണ്ട് എന്ന് പറയുന്നു. ജലീഷ് ജോൺ പറയുന്നു, ആഡംബര കാറുകൾക്ക് പിരിച്ചോട്ടെ, സാധാരണക്കാരനെ ഒഴിവാക്കണമെന്ന് പറയുന്നു. അധികാരത്തിലിരിക്കുമ്പോൾ ഒന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊന്നുമല്ല, കിഫ്ബിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് ശ്രമിക്കുമ്പോൾ കേന്ദ്രം ഏതൊക്കെ തരത്തിൽ കേരളത്തെ ഞെരുക്കുന്നെന്ന് പറയണമെന്ന് ഷാജി ഭാസ്കരൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റേ ചില അഭിപ്രായങ്ങൾ കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷാജി ഭാസ്കരൻ, താങ്കളുടെയും എൻ്റെ ആശയങ്ങൾ വേറെയാണ്, അതുകൊണ്ട് താങ്കളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പ്രദീപ് കുമാർ പറയുന്നു. എന്തായാലും അങ്ങനെ ഇതിനിടയിൽ ചില ആളുകൾ തമ്മിലുള്ള ചില തർക്കങ്ങൾ കൂടി ഇതിനിടയിലൊക്കെ എന്തായാലും നടക്കുന്നുണ്ട്. അങ്ങനെയും ചില കുറേ അഭിപ്രായങ്ങൾ യൂട്യൂബിലും വന്നിട്ടുണ്ട്. ശ്രീ മുരളീധരനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ മുരളീധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? തീരുമാനമല്ല, ക്ഷമിക്കണം, ആ ഒരു നീക്കത്തെ കാണുന്നത്? ഹലോ, കേൾക്കാം. നമ്മൾക്കിപ്പോ നികുതി കൂട്ടിയിട്ടുണ്ട്, എല്ലാം കൂട്ടി, എല്ലാം ജനങ്ങളുടെ കയ്യിൽ തലയ്ക്ക് മുകളിലും ഭാരം കംപ്ലീറ്റ് ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിനിടയ്ക്ക് യാത്രക്കാർക്കും കൂടി ഇത് വിളമ്പി കൊടുക്കുക. എന്താ കാണിക്കണം ഇതൊക്കെ? ഇത് ഇപ്പോ ഈ കർഷക പെൻഷൻ ഉണ്ട്, അത് 4 വർഷമായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. പാസ്സായി കിടക്കുന്ന ആൾക്കാരെ കുന്നുകൂടി കിടക്കുക. 4 വർഷമായി കൊടുക്കാത്ത അവസ്ഥ ഉണ്ടോ കേരളത്തിലെ? 4 വർഷമായി കൊടുക്കാത്ത ഏത് പെൻഷനാണുള്ളത്? 4 വർഷമായിട്ട് കർഷക പെൻഷൻ, ഈ നാമമാത്ര കർഷക പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു പെൻഷൻ ഉണ്ട്. ഈ പാവപ്പെട്ട കൃഷിക്കാരുണ്ട്, അവർക്ക് ചെറിയൊരു ഇടത്തട്ടുകാരാണ്, അവർക്ക് മറ്റേ ഈ പെൻഷൻ കിട്ടില്ല. അപ്പൊ ഇവർക്ക് ഈ 4 വർഷമായിട്ട് കെട്ടിക്കിടക്കുക, അവിടെ കൃഷിഭവനിൽ കെട്ടിക്കിടക്കുന്നു. ശരി, ആ വിഷയം നമുക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കാം. അങ്ങനെ വിഷയമുണ്ടെങ്കിൽ അത് അന്വേഷിക്കാം. അന്വേഷിച്ച് നോക്കൂ, കെട്ടിക്കിടക്കണത്. കാരണം 21 പെൻഷൻ 21 വരെ കൊടുത്തുള്ളൂ. ഇതൊന്നും കൊടുക്കാൻ നേരില്ല. വിനോദാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ വിനോദ്, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം വേഗത്തിൽ പറയാം. ഞാൻ പറയാം. നേരത്തെ നിങ്ങൾ പറഞ്ഞത് ബീഹാറിനും ഒറീസക്കെല്ലാം ഇങ്ങനെ കൊടുക്കുന്നു പറഞ്ഞു. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ജില്ലക്ക് വാരി കൊടുക്കുന്നില്ലേ? അങ്ങനെ കേരളത്തിൽ കണ്ണൂരിന് മാത്രമായ കണ്ണൂര് മാത്രം എത്ര ഉണ്ട്? മറ്റു ജില്ലകളെ അവഗണിക്കുകയാണോ? മറ്റു ജില്ലകളിൽ എംഎൽഎമാർ കൂടി ചേർന്നല്ലേ? കണ്ണൂരിൽ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അതപ്പോ സ്വാധീനമാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ, ടോള് പിരിവ് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞവരും, അതല്ല ടോൾ ഇങ്ങനെ ഒരു വികസനത്തിന് പദ്ധതിക്ക് ടോൾ പിരിവൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. പലരുടെയും അഭിപ്രായങ്ങൾ അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു. അല്ലാതെ അഭിപ്രായങ്ങൾ വന്നവരും ഒക്കെ ഉണ്ട്. നേരത്തെ ടോൾ പിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിരിച്ചത് ശരിയായില്ലെന്നും, കിഫ്ബി പദ്ധതി തന്നെ മോശമാണെന്ന് പറഞ്ഞവരും, കിഫ്ബി കൊണ്ട് ഒരുപാട് വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പായി എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.